ഹായ് ഗൈസ്, ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പോൾ ഇന്ന് നമ്മൾ പതിവിന് വിപരീതമായി ഉച്ചയ്ക്കാണ് പോഡ്കാസ്റ്റ് എടുക്കുന്നത്. വെളിയിൽ ചുട്ടു പൊള്ളുന്ന ചൂടാണ്. അതിന്റെ ഇടയിൽ ഇതിന്റെ അപ്പുറത്തൊരു വീട്ടില് കോൺക്രീറ്റ് പണിയാണ്. കോൺക്രീറ്റ് ഇത് വാർപ്പാണ്. പക്ഷേ 11 to 3 മണി വരെ പണി എടുക്കരുത് എന്നുള്ളൊരു നിയമമുണ്ട്. അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇവർ പണി എടുക്കുന്നത്. ഇപ്പം പണിക്കാരെ അങ്ങനെ കിട്ടാൻ വെളിയിലൊക്കെ പണിയണത്. പിന്നെ ഈ മറ്റേ ഇലക്ഷന്റെ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും കുറെ പേര് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ വോട്ടിടാൻ പോയി. അവരും തിരിച്ചു വന്നില്ല, താമസിക്കുന്നുണ്ട്, തിരിച്ചു വരാൻ താമസിക്കുന്നുണ്ട്. അപ്പൊ അതും ഈ പണിക്കാരെ കിട്ടുന്നത് ഭയങ്കര ഈ ഒരു മേഖലയിൽ ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. അവിടെ വെസ്റ്റ് ബംഗാളിലൊക്കെ 90% പോളിംഗ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കുറെ പേര് പോയി കാണാം. അതെ, അപ്പൊ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ചൂടാണ് പ്രശ്നം. ചൂടിത്തിരി കടുപ്പമാണ് ഈ വർഷത്തെ. ചൂടിത്തിരി കഠിനമാണ്. എല്ലാ വർഷവും ഇങ്ങനെ ചൂട് കൂടി വരികയാണ്. AC-യുടെ സെയിലൊക്കെ വൻ ഇതില് പോണെന്നാണ് കേട്ടത്. AC-യുടെ സെയില്, കറണ്ടിന്റെ ലഭ്യത കുറവ്, എന്തോ 6000 മെഗാ യൂണിറ്റ് ഉപയോഗമാണ്. പിന്നെ എല്ലാരും AC ഇട്ടാലേ ഇപ്പം പാടാ. AC ഇടാതെ ഒക്കെ പാടി തന്നെ എന്ന് വെച്ചാ ഭയങ്കര വീട്ടിന്റെ അകത്തിരിക്കുമ്പോഴും ഭയങ്കരമായിട്ട് ആവിയ. ഓവന്റെ അകത്തിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അത് രാത്രി 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിയന്ത്രണം, ലോഡ് ഷെഡിങ് അല്ല, നിയന്ത്രണം, വൈദ്യുതി നിയന്ത്രണം. ഇന്നലെ ഇപ്പൊ 12 മണിയായപ്പോ വൈദ്യുതി നിയന്ത്രണം പോത്തങ്കോട്ട്. രാത്രിയിൽ സഹിക്കാൻ വയ്യാക്കി. ജനലൊക്കെ തുറന്നിട്ടിട്ട് പോലും ഒരു ഇച്ചിരി കാറ്റ് പോലും അടിക്കണില്ല. അതല്ല, ഈ വൈദ്യുതി നിയന്ത്രണേ ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ ഓക്കെ, രാത്രി താമസിച്ചൊക്കെ ഉറങ്ങണവർക്ക് ഇപ്പൊ 1:30-2 മണിക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഈ നേരത്തെ ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് പോണവർക്കൊക്കെ ഒത്തിരി പാടിയാണ്. ഒരു 10-11 മണിക്കൊക്കെ ഉറങ്ങണവർക്കൊക്കെ ഈ വൈദ്യുതി നിയന്ത്രണം വന്ന് ഇടയ്ക്ക് ഉറക്കമൊക്കെ പോയി അലമ്പാവും. ഇല്ല, ചിലരൊന്നും പോകൂല. എനിക്കൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഉറങ്ങും. ഈ വേർത്ത് നനയണത് അറിയാം, പിന്നെ പോട്ടെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് പറ്റില്ല, വേർത്ത് കഴിയുമ്പോഴത്തേക്ക് എണീച്ച് പോകും, അങ്ങ് കിടക്കും. അത് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഉറങ്ങിയാൽ പിന്നെയും കുഴപ്പമില്ല, ഇങ്ങ് ഉറങ്ങിപ്പോയാൽ പിന്നെയും പ്രശ്നമില്ല. പക്ഷെ എണീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ പണി പാളി. തറയിലൊക്കെ ഇറങ്ങി കിടന്ന് പിന്നെ മൊബൈലും കൂടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പം തിരിച്ചു പോകാനുള്ള ചാൻസ് കുറവാ. പിന്നെ കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോ പെട്ടെന്ന് വരുന്നുണ്ട്. പക്ഷെ ഈ അപ്രഖ്യാപിത ഷെഡിങ് പോലത്തെ പരിപാടി ശരി പണിയാ. ചിലപ്പോ രാവിലെയും ഇടയ്ക്ക് പോകാറുണ്ട്. ഓവർലോഡ് ഉള്ളതുകൊണ്ട് അതിന്റെ നിയന്ത്രണമാണെന്ന് പറയുന്നുണ്ട്. ട്രാൻസ്ഫോമറിനെ താങ്ങുന്നതിനെക്കാട്ടി കൂടുതൽ അങ്ങനെ എന്തോ സാധനമുണ്ട്. ഇവരുടെ സിസ്റ്റം അപ്ഡേറ്റഡ് അല്ല ഈ ഇത്രയും ഇത് എടുക്കാനുള്ള ആ ഒരു സംഭവം കേട്ട്. അപ്പൊ അത് ഫുള്ള് സെറ്റ് ആക്കിയാലേ ഇനിയിപ്പോ അടുത്ത വർഷമൊക്കെ എനിക്ക് തോന്നുന്നു ഈ ചൂടിന്. അല്ല, ഇനി മഴയൊക്കെ പെയ്തില്ലേ പാടി തന്നെ തോന്നുന്നു. പിന്നെ വൈദ്യുതി വാങ്ങണം. വൈദ്യുതി മൊത്തത്തിൽ ഇപ്പോഴും എടുക്കുകയല്ലേ. സോളാർ ഒരു ആശ്വാസമാണെന്ന് തോന്നുന്നല്ലേ. സോളാറിന്റെ എന്തോ ഒരു പ്രശ്നം ഇപ്പം. സോളാർ വെച്ചത് ഇവർക്ക് നഷ്ടമാണ്. KSEBക്ക് എന്തോ 500 കോടിയുടെ നഷ്ടമാണെന്നാണ് പറയുന്നത്. പിന്നെ സോളാർ ഇപ്പം രാവിലെ മാത്രമല്ലേ സോളാർ ചെയ്യുള്ളൂ. അത് സ്റ്റോർ ചെയ്ത് വെക്കാനും സാധനം ഇല്ലല്ലോ. ഇവിടെ രാവിലത്തെ കറണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് സ്റ്റോറിങ് ഇല്ലല്ലോ. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോഴും സോളാറും എന്തോ അപ്ലൈ ചെയ്യണവർക്ക് റിജക്ട് ചെയ്യുന്ന അങ്ങനെയും ഒരു സാധനം പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ മൊത്തത്തിൽ വേനൽ പ്രശ്നമാണ്. ഇത്തിരി ബൂമിംഗ് ബിസിനസ് ആയിട്ടുള്ള AC മാത്രമേ ഉള്ളൂ. അതിന്റെ കടമെല്ലാം തുടങ്ങിയിരുന്നെങ്കിൽ AC, പിന്നെ മറ്റേ പെഡസ്ട്രിയൽ ഫാൻ എന്റെ വീട്ടിലും പറഞ്ഞു 2 വാങ്ങിക്കണോന്ന്. അത് വീട്ടിൽ നിക്കാൻ പറ്റുന്നില്ല. നിക്കാൻ ഇപ്പൊ ഒരു AC, ഇപ്പൊ എന്റെ വീട്ടിൽ AC ഇല്ല. അപ്പൊ ആ ഇതില് നിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാ. പിന്നെ ജനലൊക്കെ തുറന്ന് കാറ്റിങ്ങനെ എപ്പോഴും കയറണുള്ളൂ. ആ ഒരു അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് കുഴപ്പമില്ല. ആ ഒരു ആശ്വാസത്തിൽ അങ്ങനെ ഇരിക്കുക. പക്ഷെ എന്റെ റൂമിലാണെങ്കിൽ ഞാൻ ഫുള്ള് അടച്ചിട്ടിട്ടാണ് ഇരിക്കണത്. അതാണ് എന്റെ റൂമാണ് ഏറ്റവും പുഴുക്കുന്ന റൂം. ആവി പോലെ അകത്ത്.
അപ്പം തിരുവനന്തപുരത്ത് കുറച്ച് കൂടുതലാണ്. ബാക്കി ഏത് ജില്ലയിലാണ് കൂടുതൽ? വയനാടും മൂന്നാറല്ല ഇടുക്കിയിലാണ് ഇത്തിരി കുറവുള്ളത്. വയനാടും മൂന്നാറില് നീ പോയപ്പോ അത് പറയുന്ന ഞാൻ വന്നത്. വയനാടും മൂന്നാറും വയനാട് ഇടുക്കി എന്ന് പറയുന്നത് മൂന്നാർ. അല്ല, ഞാൻ ഈ ചൂടൊക്കെ ആയപ്പോ നമ്മള് ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഇത്തിരി തണുപ്പ് തേടി ഇടുക്കിയിലേക്ക് പോവാമെന്നുള്ളൊരു പ്ലാനൊക്കെ ഇട്ട് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടത്തെക്കാട്ടി കഷ്ടമാണ് അവിടെ. ഭയങ്കര ചൂട്. മൊട്ടക്കുന്നിലൊന്നും പകലിറങ്ങാനേ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അവിടെ യുവിയുടെ ഒരു സംഭവം ഞാൻ പത്രത്തിൽ വെച്ചു. യുവിയും ഇത്തിരി കൂടുതലാണ്, യുവി ഇൻഡെക്സും കുറച്ച് കൂടുതലാണ്. പകൽ സമയത്ത് അവിടെ പുറത്തിറങ്ങി നമുക്ക് കാഴ്ചകൾ കാണാന്ന് പറയുന്നത് ഇത്തിരി പാട് തന്നെ. ആകെ ഇത്തിരി ആശ്വാസമുള്ളത് പൈൻ ഫോറസ്റ്റ് ആണ്, അവിടെ തണലുണ്ട്. ബാക്കി അല്ലാതെ വ്യൂ പോയിന്റിലൊന്നും പോക്ക് നടക്കൂല. ഈ തേയില തൊഴിലാളികളൊക്കെ ഇച്ചിരി പാടാണെന്ന് തോന്നുന്നു. അവരെനിക്കൊന്ന് രാവിലെ ആയിരിക്കും അവർ ഇറങ്ങണമെന്ന് തോന്നുന്നു. എങ്ങനെ തണുപ്പ് അന്തരീക്ഷം എങ്ങനെയാണ്? അന്തരീക്ഷം ഇവിടത്തെ കണക്ക് തന്നെ, ഫുള്ള് ചൂടും. ചൂട് തന്നെ. രാത്രിയാ? രാത്രി തന്നെ. അതാണ് ഞാൻ വിചാരിച്ചു രാത്രിയെങ്കിലും ഇത്തിരി ആശ്വാസം കാണുന്നു. രാത്രിയും പാട് തന്നെ. പക്ഷെ ഇവിടത്തെ അത്രയും പ്രശ്നമില്ല. പക്ഷെ ഒരു 28 ഡിഗ്രി ആ ഒരു റേഞ്ചിലൊക്കെ ഉഷ്ണമുണ്ട്. പക്ഷെ ഇവിടെ ഈ 35 ഡിഗ്രി 32 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 41 ഡിഗ്രി പോലെയാണ് ഒരു ഫീൽ ചെയ്യണം. അത് മറ്റേ ഗൂഗിളിന്റെ ഇതിലൊക്കെ 41 ഡിഗ്രി എന്നൊക്കെ വരും. പാലക്കാടൊക്കെ അതിനപ്പുറം 40 എത്രയൊക്കെയുണ്ട്, 42. പിന്നെ നമ്മൾ ഇന്ന് എടുക്കുന്ന സമയത്താണ് തൃശ്ശൂർ പൂരം. അതിൽ തന്നെ ഇത്ര ആൾക്കാർ വന്നു കാണുമ്പോ എനിക്ക് മാത്രമേ തോന്നുള്ളൂ ഞാൻ പോകാൻ വേണ്ടിയിരുന്നേ. പിന്നെ ഈ ചൂടൊക്കെ കണ്ടപ്പോ വേണ്ട, വെറുതെ പോയി. എനിക്ക് വേറെ ഒന്നും പറയാൻ. നല്ല തിരക്കും ഇതൊക്കെ ഇല്ലേ. പിന്നെ ആനയുടെ കാര്യവും എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്ന കാര്യം. ഈ ചൂടത്ത് നോക്കുന്നത് എനിക്ക് തോന്നുന്നു അതിനുള്ള ആ ഒരു സെറ്റപ്പ് ഒക്കെ കാണുമായിരിക്കും. എപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റപ്പ് ഒന്നും കണ്ടില്ല, പറയാൻ പറ്റില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോ കാണുമായിരിക്കും. ചെയ്യണം, ഇല്ലെങ്കിൽ അതിനോട് ചെയ്യണ ഒരു ക്രൂരതയാണ്. അല്ല, ഇപ്പൊ നമ്മള് മാത്രമല്ല അനുഭവിക്കുന്നത്. ഇപ്പൊ പാമ്പിന്റെ ശല്യം, ഈ പാമ്പിന്റെ ഇതൊക്കെ വരുന്നത് അത് ബുദ്ധിമുട്ടുന്നോണ്ടാണ്. ഈ വേനലിൽ ബുദ്ധിമുട്ടുന്നോണ്ടാണ് പുറത്ത് വരുന്നത്. അത് ഇപ്പം ഒരുപാട് പേരിങ്ങനെ പാമ്പ് കടിയേറ്റ് കുറച്ച് പ്രശ്നമുണ്ട്. കുറച്ച് കുട്ടികള് മരിച്ചു. പിന്നെ അല്ലാതെ പാമ്പ് കടി ഏക്കുന്ന സംഭവമുണ്ട്. പിന്നെ വണ്ടി തുറക്കാൻ പോയപ്പോഴത്തേക്കും പാമ്പ് തണുപ്പ് തേടി പാമ്പുകൾ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം എല്ലാരും ശ്രദ്ധിക്കുക. വീട്ടില് ടോർച്ചൊക്കെ അടിച്ച് നോക്കുക. വെളിയിലൊക്കെ ഇറങ്ങുമ്പോഴ് അടുക്കളയിൽ ക്രോക്സിന്റെ അകത്തൊക്കെ കയറി നോക്കണം. ചെരുപ്പ് നോക്കണം, പിന്നെ അടുക്കളയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണ ബൈക്ക്, വണ്ടിയുടെ ഇടയിലൊക്കെ ചിലപ്പോൾ കയറിയിരിക്കാൻ സാധ്യത ഉള്ളതാ. പിന്നെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ജനലൊക്കെ തുറന്നിടുമ്പോ ചിലപ്പോ ചില പാമ്പുകളൊക്കെ അകത്ത് കയറാനും ചാൻസ് ഉണ്ട്. അല്ല, ഇന്നലെ പത്രത്തിൽ ഞാൻ കണ്ടു മറ്റേ ശംഖുവരൻ അതൊക്കെ ഈ ഇത് എഴഞ്ഞ് കേറുമെന്ന് കേട്ടായിരുന്നു. വള്ളിപ്പടപ്പൊക്കെ ഉണ്ടെങ്കിൽ അതുവഴിയൊക്കെ കേറുമെന്നൊക്കെ കേട്ടു. അതുകൂടെ ശ്രദ്ധിക്കുക. നമ്മളവിടെ ഈ ഇടയ്ക്കൊന്നും വന്നിട്ടില്ല, പക്ഷെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വിഷമില്ലാത്ത പാമ്പുകളൊക്കെ. അത് ചേരയല്ല, വേറെ എന്തൊരു വിഷമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടു, പക്ഷെ അച്ഛനൊക്കെ കണ്ടിട്ട് അറിയാം. അതിന്റെ തലയുടെ ഭാഗം കാണുമ്പോഴത്തേക്കും പറയാൻ പറ്റും ഇത് വിഷമില്ലാത്തതാണ് വിഷമാണെന്നുള്ളതൊക്കെ പറയാൻ പറ്റും. കൊലപാതകവും ഇപ്പൊ കൂടുന്നു. അത് ഒന്ന് ചിലപ്പോ കൺട്രോൾ ചെയ്യേണ്ടി വരും. കാര്യം ഇങ്ങനത്തെ ഈ നോൺ വെനമസ് സ്നേക്ക് ഒക്കെ ആക്ച്വലി നമ്മുടെ എക്കോസിസ്റ്റത്തിന് ഭയങ്കര ആവശ്യമുള്ളതാണ്. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഒരു വിഷമുള്ളതിനെ കൊല്ലുന്നതിൽ എനിക്ക് എതിർപ്പില്ല. അല്ല, അതിപ്പോ നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും റെസ്ക്യൂ ചെയ്യുന്നവരെ വിളിച്ചാലും മതി. പക്ഷെ അവരും ഇപ്പൊ തിരക്കായിരിക്കും, ഇത്രയും തിരക്കായിരിക്കും. പക്ഷെ അണലിയൊക്കെ ഞാൻ പറയണ സ്പോട്ടിൽ കൊല്ലണോന്ന് ഞാൻ പറയുള്ളൂ. 360 ഡിഗ്രി കൊത്തുന്ന സാധനങ്ങൾ. അണലിയെ കാണാനും പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റും. അതിങ്ങനെ മണലുമായിട്ട് ഏതാണ്ട് ആ ഒരു കളർ ക്യാമഫ്ലോജ് ഇച്ചിരി കൂടുതലാണ് വൈപ്പർ. പിന്നെ അത് പട്ടി കടിക്കും പോലെയാണ് കടിക്കണ. കൊത്തണല്ല, വാ തുറന്ന് കടിക്കും. അതിന്റെ അതിന്റെ എന്തോ വെനം പെട്ടെന്ന് ഇൻജെക്ട് ആവും, അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ട്. കൂടുതൽ എമൗണ്ട് ഭയങ്കര ഇത്തിരി കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. രക്ഷപ്പെടാനുള്ള ചാൻസസ് വളരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം.
പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു 108 അതിനുള്ള പ്രഥമ ശുശ്രൂഷകൾ വരുന്നു എന്നൊക്കെ ഇങ്ങനെ ന്യൂസ് കേട്ടായിരുന്നു. 108 വിളിച്ചാൽ മതി, ആദ്യത്തെ ഈ പാമ്പ് കടിച്ചാലുള്ള പ്രഥമ ശുശ്രൂഷ അവര് തന്നെ ചെയ്യും, എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുള്ള ഒരു സംഭവം ന്യൂസ് കേട്ടായിരുന്നു. അതുകൊണ്ട് എന്നാലും ഇങ്ങനെ കടി വരാത്ത രീതി ശ്രദ്ധിക്കുക. പിന്നെ കൊച്ചുകുട്ടികൾ ഇപ്പം ഇത്തിരി സീൽഡ് അല്ലാത്ത കുറച്ച് വീടുകളുണ്ടല്ലോ, അവർക്കാണ് കുറച്ച് പിന്നെ തറയിൽ കിടന്നുറങ്ങണവർക്കും അത് സേഫ് അല്ല ഇപ്പോഴത്തെ കാലം. പിന്നെ ഈ മൃഗങ്ങളുടെ കാര്യങ്ങളും നോക്കണം. കാര്യം അതിനും ഈ ഫുഡും വെള്ളം എടുത്ത് വെച്ചു കൊടുക്കുക. എല്ലാവരും പുറത്ത് തണലത്ത് വെള്ളം വെച്ചു കൊടുത്ത പക്ഷികൾക്കും ബാക്കി കുഞ്ഞു കുഞ്ഞു ജീവികൾക്കൊക്കെ നല്ല ഉപയോഗമായിരിക്കും. ഞാനും വെച്ച് വീട്ടില്, ഞാൻ വെച്ചില്ല, അമ്മ വെച്ചു. വീട്ടുകാര് വെക്കാറുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. കുളിക്കാനും കിളികളൊക്കെ വന്ന് കുടിക്കും. അതിന്റെ ഇടയിൽ വെള്ളവും കൂടെ സൂക്ഷിക്കുക. വെള്ളത്തിന്റെ ലഭ്യതയും ഇപ്പൊ ഒരു ഇഷ്യൂ ആണ്. കിണറുകളൊക്കെ വറ്റി തുടങ്ങുന്നു. മൊത്തത്തില് അല്ല, ഇത് മറ്റേ കോർപ്പറേഷനിലും എന്തൊക്കെ പ്രശ്നമായി. ഈ വെള്ളമില്ല, ആറിലൊന്നും വെള്ളമില്ല. പിന്നെ വാമനപുരത്ത് ഒരു വാമനപുരം ആറ് പറ്റിയപ്പോഴും ഒരു ക്ഷേത്രം ഇങ്ങനെ പൊങ്ങി വന്നു. മറ്റേ ദശാവതാരത്തില് കമലഹാസന്റെ ഇതുപോലെ ക്ഷേത്രം ഇങ്ങനെ റീല് ഞാൻ കണ്ടായിരുന്നു. ഒരു മറ്റേ ശിവലിംഗം ഇരിക്കുന്നു, പിന്നെ അല്ലാതെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നു, കുറെ വിഗ്രഹങ്ങള് കാര്യങ്ങളൊക്കെ. ആ സംഭവം ക്ഷേത്രമൊന്നും അല്ല, അത് ഈ അമ്പലങ്ങളിൽ നിന്നുള്ള പഴയ വിഗ്രഹങ്ങൾ അവിടെ കൊണ്ടിടുന്നതാണ്. ഇടുന്ന മീൻസ് അമ്പലം ഈ നദികളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴുക്കി വിടൂലേ, ആ സെറ്റപ്പ് ആണെന്നാണ് ഞാൻ കേട്ടത്. ഇതെനിക്ക് വിഘ്നേഷിനെ കണ്ടോ, പഴയ കാലത്ത് അമ്പലം അല്ലല്ല, അത് ഈ ഒഴുക്കി വിടുന്നതാണെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. എന്റെ വീട്ടിന്റെ അടുത്തുള്ളതാണ്. അപ്പം അല്ല, അവിടെ ഇനി ആൾക്കാർ വല്ല തപ്പി നോക്കോ, വല്ല നിധിയോ ക്ഷേത്രം വന്നില്ലേ, ഇനി വന്ന് നിധിയും കൂടെ ആവാലോ. അല്ല, അത് കാണുമ്പോഴേ കൊള്ളാലോ. ഇതൊന്നും കണ്ടിട്ടില്ലാത്ത പഴയ സാധനങ്ങള്, പുരാതന വല്ല സാധനങ്ങള് മറ്റേ വറ്റി വരണ്ടപ്പം കിട്ടണ അതില് റീലിലൊക്കെ കാണിച്ചു വെച്ചേക്കണം. ഇപ്പൊ കിണറ്റിലൊക്കെ വെള്ളം പറ്റുന്നുണ്ട്, എന്നാലും നിങ്ങൾ വെള്ളമൊക്കെ എല്ലാരും കുടിക്കുക. ഡീഹൈഡ്രേറ്റഡ് അല്ല, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അത് പ്രോപ്പർ ആയിട്ട് മറ്റേ ഇലക്ട്രോലൈറ്റ് ഒക്കെ, നാരങ്ങ വെള്ളം ഒക്കെ കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സോഡിയം കാരണം വെള്ളം മാത്രം കുടിച്ചെന്നും പറഞ്ഞ് ഹൈഡ്രേറ്റഡ് ആവൂല. അതിന്റെ ഇടയിൽ നമ്മൾക്ക് മറ്റേ സോഡിയം പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇലക്ട്രോലൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കരിക്കൊക്കെ നല്ലതാണ്. കരിക്ക് കലക്കി കുടിക്കുക. എനിക്ക് തോന്നുന്നു ഇവിടത്തെ നമ്മളന്ന് ചെന്നൈ പോയല്ലോ, അപ്പോഴും ഈ ചൂട് ഏതാണ്ട് ഇതേപോലത്തെ ഇതിനെക്കാട്ടി ഉണ്ടായിരുന്നു. അല്ലല്ല, ഇതേപോലത്തെ ചൂട്. ഇവിടെ ഈ ഹ്യൂമിഡിറ്റിയുടെ ഒരു ഇഷ്യൂ കൂടെ ഉണ്ട്. അതിന്റെ ഒരു അവിയുന്ന ഒരു സംഭവം. അല്ല, വീട്ടിന്റെ അകത്തിരുന്നാലും ഒരു ഫാൻ ഇട്ടാലും ഭയങ്കര പാടാണ്, ഇരിക്കാൻ പാടാ. ഹ്യൂമിഡിറ്റി നല്ല രീതിയിലുണ്ട്. പിന്നെ ഇത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഇത് ടോട്ടൽ ഇന്ത്യ മൊത്തം ഉഷ്ണതരംഗം അങ്ങനെ എന്തോ സംഭവമല്ലേ. അത് അവര് ആ ഗ്രാഫിൽ കാണിക്കുമ്പോഴത്തേക്ക് ചൈനയുടെ അങ്ങോട്ട് നല്ല തണുത്തിട്ട് ബ്ലൂ കളർ ഇങ്ങോട്ട് ചുമന്ന് തുടുത്ത് കിടക്കുന്നു. ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെ ഇന്ത്യയിൽ മൊത്തം. ഇപ്പം IPL ഒക്കെ കളിക്കണ അവരെയൊക്കെ സമ്മതിക്കണം. അത് പുറത്ത് എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസിലുള്ളവർക്ക് കുറച്ചുകൂടെയൊക്കെ അവർക്ക് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ ഈ ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ് അങ്ങനെയുള്ളവരൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയാണ് അതെ, സത്യം. കളി സമ്മതിക്കണം. ആ സഞ്ജുവൊക്കെ മറ്റേ 20 ഓവർ മൊത്തം ബാറ്റ് ചെയ്ത് സമ്മതിക്കണം. 20 ഓവർ മൊത്തം ബാറ്റ് ചെയ്ത് പിന്നെ കീപ്പിങ്ങും ചെയ്തു. സമ്മതിക്കണം. നമ്മളെ കളിയും നിങ്ങൾ കണ്ടു. നിങ്ങൾ ഈ ഓൾഡ് സ്കൂളിൽ കൊളാബ് ചെയ്തിടുന്നതിന്റെ പ്രശ്നവും കൂടെ ആണെന്ന് തോന്നുന്നു. എല്ലാരും കാണുന്നുണ്ട്, അതാണ് പ്രശ്നം. അതിന്റെ കൊളാബ് ഒരു ഫംഗ്ഷൻ ഇരിക്കുമ്പോ എന്തിനാ കളയണേ? ഈ ഓഡിയൻസ് കാണുന്നുണ്ട് അത്. അതിന്റെ കമന്റ് കാണാനുണ്ട്. നല്ല വിരമിക്കണമെന്നാണ് എന്റെ അടുത്ത് ഒരാൾ ഉപദേശിച്ചത്. വിരമിക്കാൻ ഡയറക്റ്റ് ആയിട്ട് ഉപദേശിച്ചു? അതോ അല്ലല്ല, കമന്റിലാ
കമന്റിൽ അങ്ങനെ പറയുന്നുണ്ട്. കമന്റിൽ എനിക്ക് തോന്നുന്നു ആകെ 3 കളിക്കാർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നി. ഇപ്പൊ മറ്റേ നന്ദു ബിഹാർ, ശ്രീകാന്തിന്റെ അനിയൻ, ഇവര് 3 പേരും തന്നെയാണ് കളിക്കാൻ ആൾക്കാർ അഭ്യർത്ഥിക്കുന്നത്. ബാക്കിയുള്ളവർ നടത്തിയിട്ട് പോകണമെന്നാണ് OSBയുടെ യശസ്സിന് നല്ലത് എന്നാണ് കേൾക്കുന്നത്. പക്ഷെ എന്നാലും ഇത് നമ്മള് കുറെ നാളായി കളിച്ചിട്ട് അതിന്റെ ഒരു ഫണ്ടിന് വേണ്ടി കളിക്കുന്നു. പിന്നെ ഇപ്പൊ നിങ്ങൾ കണ്ട 2 മാച്ച് ഒരു ദിവസം എടുത്തതാ. ഒരു ദിവസം 3 മണിക്ക് ഒരു മാച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അത് അവിടെ നിന്ന് പോയി നേരെ പോയിട്ട് വേറൊരു മാച്ച് കളിച്ചു. 2 മാച്ചുണ്ട്. എനിക്ക് തോന്നുന്ന ഈ ദാസന്റെ അടുത്ത് കളി നിർത്താൻ പറഞ്ഞവര് ആരാണ്? ദാസൻ നല്ലതായിട്ട് മനസ്സിൽ ഒരു ദിവസമാണ് കളിച്ചത്. അല്ല, തളർന്നു പോയണ്ടൊന്നുമല്ല, ഇങ്ങനെ തന്നെ ഞാൻ കളിക്കണത്. അയ്യോ. പിന്നെ അതിന്റെ ഇടയിൽ ഉല്ലാസിന്റെ ഒരു ക്യാമറ അല്ലേ വെറുത്ത് കാണും. ഷൂട്ടിങ് ക്രിക്കറ്റ് ഷൂട്ട് ചെയ്യുന്ന സംഭവം അതൊരു എവനാണെങ്കിൽ അത്ര താല്പര്യം ഇല്ലാത്തതാണ് ക്രിക്കറ്റിനോട്. അപ്പം അങ്ങനെയുള്ള ഒരു ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കുക എന്ന് പറയണത്, നേരിട്ട് ടിവിയിൽ കണ്ടോണ്ടിരുന്ന നമ്മൾ സ്കോർ ബോർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയും ചെയ്യാം. ടിവിയിൽ കാണുന്ന പോലെയല്ലേ റിയൽ ലൈഫിൽ കാണുന്ന സംഭവം. ഇവര് ചുമ്മാ അങ്ങനെ കളിക്കുന്നു, ഞാൻ ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവന് കൂട്ടുണ്ട് സൂപ്പർ ഹീറോയുടെ. അത് ഒരു കളിക്ക് സൂപ്പർ ഹീറോയുടെ ക്യാമറാമാൻ അടുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്ന് അവിടെ. അത് കേട്ട് അത് മറ്റേ സൂപ്പർ ഹീറോയുടെ വീഡിയോയില് എവന്റെ സൗണ്ട് കേൾക്കാറുണ്ട്. മറ്റേ ഇത് ഈ 6 ഒക്കെ അടിക്കുമ്പോഴത്തേക്ക് ഒരു ഓഞ്ഞ ചിരിയും എല്ലാം കിട്ടുന്നുണ്ടല്ലേ. ഞാൻ കണ്ടില്ല. അതിലുണ്ട്, എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രീകാന്തിന്റെ 6 ഒക്കെ അപ്ലോഡ് ചെയ്തല്ലേ. അപ്ലോഡ് ചെയ്തു. നമ്മളിത്തിരി ഡിലേ ആണെന്ന് തോന്നുന്നു. നമ്മളെ കളി നല്ല ഡിലേ. അവൻ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതില് കമന്റും ഉണ്ട്, എന്താണ് വെറുതെ അല്ല OSB ഡഗ്ഔട്ടിലെ വീഡിയോസ് അധികം ഇങ്ങനെ വരാൻ. അതൊക്കെ മുക്കാനാണോ പ്ലാൻ? അതെ അതെ, ഇനി നമുക്ക് മുക്കാനും പറ്റൂല. അല്ലെ നമുക്ക് ശ്രീകാന്തിനെയൊക്കെ ചെറുതായിട്ടൊന്ന് മുക്കായിരുന്നു. പിന്നെ ശ്രീകാന്തിന്റെ പരിക്ക് പറ്റിയോണ്ടാണ്. പരിക്കല്ല, അവന് ട്രെയിൻ ചെയ്തിട്ട് നേരെ വന്നതാണ്. അപ്പൊ കാല് വയ്യായിരുന്നു. എന്തായാലും കൊടുക്കില്ല. കൂടിപ്പോയ 4 അതിൽ കൂടുതൽ അവൻ എന്തായാലും 2 അവൻ ടൈറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യും, അത് ഉറപ്പാ. ഗ്യാരണ്ടി. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഒരു റിഗ്രറ്റ് അടിക്കുന്നുണ്ട് ഈ ഇത്രയും അനൗൺസ് ചെയ്ത OSBയുടെ ടീം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഹൈപ്പ് കൊടുത്തതില്? ഇല്ല, എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. കാര്യം ഇപ്പൊ എന്തായാലും ഡഗ്ഔട്ട് ടീമൊന്നും ആയിട്ടില്ലല്ലോ. ടീമാവുമ്പം കുറച്ചുകൂടെ നല്ല കളിക്കാരൊക്കെ വരും തോന്നുന്നു. നമ്മുടെ കളിയെ കുറിച്ച് ആലോചിച്ചിട്ട് വിഷമമുണ്ട്. അല്ല, എനിക്ക് തോന്നിയാ നമ്മള് ഇപ്പൊ മാച്ചസ് കളിക്കണേക്കാട്ടി നമ്മള് തമ്മിൽ കളിക്കണത് കുറച്ച് കൂടിയാ നന്നേ. അതായിരിക്കും നല്ലത്. പുറത്തെ ടീമിന്റെ കൂടെ കളിക്കുമ്പോഴുള്ള ഒരു അല്ല, തമ്മിൽ കളിക്കണേന് കുറച്ചും കൂടെ എനിക്ക് എൻജോയ്മെന്റ്. അല്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞ 11 പേരെ 11 പേര് ഒരു ടീമിൽ പോയിട്ട് കളിക്കുന്നു. അത് 8 ഓവർ വെച്ച് കളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് അപ്പോഴാണ് നമ്മൾ പ്രാക്ടീസ് തന്നെ ചെയ്യണത്. അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് കളിച്ച് പരിചയമൊന്നുമില്ല. അപ്പൊ ആ ഒരു ഇടയിലാണ് കളിക്കണേ. കളിക്കാനും പറ്റുന്നില്ല, കളിക്കാനും അവസരം കുറവാ. അതാണ് സത്യം തന്നെ. അത് നമുക്ക് ഇവിടെ ടർഫിൽ അങ്ങനെ കളിച്ച് ചെറുതായിട്ട് കളിക്കാം. ഇല്ലെങ്കിൽ ചാലഞ്ചസ് വല്ലതും ചെയ്താലും മതി. അതായത് ഇത് യവൻ യവന്റെ സാധനങ്ങൾ കേട്ടിട്ട് എനിക്ക് അല്ല, ഞാൻ ഷെമീറിന്റെ ഒക്കെ കളി കണ്ടപ്പോഴേ ഞാൻ എന്താണിത്. ഷെമീറിന്റെ കളി നമ്മൾ അന്ന് ചൂടായിട്ട് കളിച്ചില്ലേ, അപ്പൊ കളിക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കളി നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് എഫേർട്ട്ലെസ് ആയിട്ടാണ് എല്ലാ ഷോട്ടും. അപ്പൊ നമ്മള് ചൂടിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടില് കുറച്ച് ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്. ചൂടിന്റെ ആ ഒരു ക്ഷീണം നേക്കാത്ത കുറെ ഹോട്ട് ടോപ്പിക്സുകൾ നാട്ടിൽ നടന്നു. കുറച്ച് ദിവസമായി. എന്നാലും നമ്മൾ ഇപ്പൊ ഒന്ന് പ്രതികരിക്കാം. അത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവരും പ്രതികരിക്കാനുള്ളവരെല്ലാരും പ്രതികരിച്ചിട്ടുണ്ട്. എന്നാലും അവർ ടേക്ക് ഓൺ ദാറ്റ് മാറ്റർ എന്നുള്ളതേ ഉള്ളൂ. എന്താണ് മാറ്റർ?
മാറ്റർ എന്ന് പറയുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അഖിൽമാരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പുള്ളി തന്നെ എന്തെങ്കിലും ഒരു തരുന്നുണ്ട്. അത് പുള്ളിയുടെ ഒരു ഇതിനെ കുറിച്ച് പറയേണ്ട ഒരു സാധനമാണ്. പുള്ളി എങ്ങനെയെങ്കിലും ലൈൻ ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ അത് ചർച്ച ചെയ്യാനും സംസാരിക്കാനും എന്തെങ്കിലും വരാറുണ്ട്. പുള്ളിയുടെ ഒരു താരോദല്ല ഈ നെഗറ്റീവ് ഉദയം എനിക്ക് തോന്നുന്നു ആദ്യം മറ്റേ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ടാണ് ആദ്യം പൊങ്ങി വന്നത്. പിന്നെ ബിഗ് ബോസിൽ മത്സരിക്കാൻ പോയി, പിന്നെ അത് ജയിച്ച് അത് സമ്മതിച്ച് ഭയങ്കര സംഭവം. പിന്നെ അതിനുശേഷം ജയിച്ചിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ അംഗ ഷോ, അതിനുശേഷം പിന്നെ പുള്ളി മറ്റേ അതിനെ കുറ്റം പറയാം, ബിഗ് ബോസിനെ ഏഷ്യാനെറ്റിനെയും കുറ്റം പറഞ്ഞു, ബിഗ് ബോസിനെ ഏഷ്യാനെറ്റിനെ കുറ്റം പറഞ്ഞു. അതിനുശേഷം പിന്നെ പുള്ളി ഗസ്റ്റ് ആയിട്ട് ബിഗ് ബോസിൽ പോയി. ബിഗ് ബോസ് ഫേക്ക് ആണ് അങ്ങനത്തെ രീതിയിൽ കുറ്റം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബിഗ് ബോസ് പിന്നെ അതിൽ പോയി. പിന്നെ ഇതിൽ വന്നിട്ട് മറ്റേ രാഷ്ട്രീയമായിട്ടുള്ള കുറെ മറ്റേ എന്തോന്ന് പൈസ കൊടുക്കണേന്റെയോ ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ അന്ന് അങ്ങനെ ഒരു കോൺട്രവേഴ്സി. പിന്നെ അതിനുശേഷം ഇപ്പൊ കുറെ റീസെന്റുകൾ കോൺട്രവേഴ്സിക്ക് ശേഷം പിന്നെ നടി ആക്രമിക്കപ്പെട്ട അതുമായിട്ടും കുറെ പ്രതികരണവും അവരുമായിട്ടും അതും വിവാദങ്ങൾ നിറഞ്ഞ പ്രതികരണം. അത് നമ്മൾ അന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞത് പുള്ളി ഡെമോ അതെ വിസ്തരിച്ച് എഴുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പുള്ളി ഇലക്ഷന് മത്സരിച്ച് അതൊരു ഇലക്ഷന് പുള്ളി അതിനു മുമ്പ് ഒരു കോൺഗ്രസ് അനുകൂലം ആ ഒരു ഇതായിരുന്നു. BJP ഒക്കെ പരോക്ഷമായിട്ടല്ലെങ്കിലും വിമർശിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ BJP-ലോട്ട് തന്നെ പോയി. അതൊരു വേറൊരു പിന്നെ അതിനുശേഷം ഇപ്പൊ വീണ്ടും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, വീണ്ടും വിവാദങ്ങളായിട്ട് വരികയാണ്. അത് പെട്ടെന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുക പോവുക. എവിടെയെങ്കിലും വന്ന് സംസാരിച്ച് എന്തെങ്കിലും ഒരു സാധനം ഇട്ട് തരും, ഇങ്ങനെ ആൾക്കാർക്കിട്ട് പെരുമാറാൻ വേണ്ടിട്ടൊരു സാധനം. പെരുമാറാനാണ് ആൾക്കാർ കൂടുതൽ പുള്ളിയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അല്ല പുള്ളി അതിനു മുമ്പേ തന്നെ ആനീസ് അതാണ് ഞാൻ പറയാൻ വന്നത്. ആനീസ് കിച്ചണിൽ പോയിട്ട് ആനിക്ക് തന്നെ ഭയങ്കര ഒഫൻഡഡ് ആയി. അതാണ് കമന്റ് ഫുൾ. അതാണ് ആനിക്ക് ഒഫൻഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഭാര്യയെ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നു, ഒന്നും അറിഞ്ഞുകൂടാത്ത. അത് ചില ഭർത്താക്കന്മാർക്കുള്ള സംഭവമാണ്. എന്ന് വെച്ചാൽ ആള് കാണുമ്പോൾ ഒരു പുല്ലും അറിഞ്ഞുകൂടാ, മണ്ടിയാണ്, അങ്ങനത്തെ ഒരു ആൾക്കാർ. എന്നിട്ട് അതിൽ ഭയങ്കര കോമഡി ആക്കും. അതൊക്കെ സ്ഥിരമുള്ള ഒരു സാധനമാണ്. അത് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും അറിയാമെങ്കിലല്ലേ ഇവിടെ എന്തെങ്കിലും പറയുള്ളൂ. കുറ്റങ്ങളാണോ അത് സംസാരിക്കാറുണ്ടോ എന്നാണ് അങ്ങനെ എന്തോ ഈ വീട്ടിൽ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ടോ എന്ന് അങ്ങനെ ചോദിക്കുമ്പോഴാണ് പറയണത് അതിന് അവർക്കും എല്ലാം അറിയാമെങ്കിലല്ലേ. പുള്ളിക്കാരിക്ക് ചിലപ്പോൾ അറിഞ്ഞൂടെയിരിക്കും, പക്ഷെ അത് പുള്ളിക്കാരുടെ മാത്രം പറഞ്ഞാൽ മതി, പോരെ നാട്ടുകാരുടെ മൊത്തം പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു കളിയാക്കി അതിനെ ഒരു വൃത്തികെട്ട രീതിയിലാണ് പറഞ്ഞത്. പുള്ളിക്കാരിയെ ഒരു അടിച്ചു താഴ്ത്തുന്ന രീതിയിലുള്ള ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളെന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുക, അതാണ് പുള്ളി ചെയ്തത്. അപ്പൊ അന്ന് അത് വൈറലായിരുന്നു. അന്ന് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആനിക്ക് തന്നെ ഒഫൻഡഡ് ആയി. പിന്നെ അതിനുശേഷം ഇപ്പോഴത്തെ ഒരു കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവത്തിന്റെ കാര്യം പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവത്തോളം എളുപ്പമുള്ള പരിപാടി വേറെ ഇല്ല എന്ന് പറഞ്ഞ് സുഖം സ്ത്രീകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഇപ്പൊ വലിയൊരു സംഭവമായിട്ട് വന്നത്. നമ്മള് സിനിമയിലൊക്കെ പണ്ട് പറയൂലേ മറ്റേ അരി ഇടിച്ചോണ്ടിരുന്നിട്ട് ഓടിപ്പോയി പ്രസവിച്ചിട്ട് വന്നിട്ട് തിരിച്ചു വന്നിട്ട് അടിക്കും, അതിൽ തന്നെ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഇപ്പം വലിയ എന്തോ ഒരു രോഗമാണ്. മറ്റേ ആശുപത്രിയൊക്കെ വന്നതിന് ശേഷം അത് ഭയങ്കരമായിട്ട് അത് ഒരു വലിയ സംഭവമാണ്. അതിനുശേഷം ഇത് C-സെക്ഷൻ അങ്ങനത്തെ ഇത് ഭയങ്കര ഒരു സംഭവം, ആശുപത്രിക്കാര് പൈസ ഉണ്ടാക്കുന്നു അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു. എന്ന് വെച്ചാൽ സ്ത്രീകൾ ഭയങ്കര ഈസി ആയിട്ടും എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പം വലിയൊരു സാധനമായിട്ട് വന്നത്. അത് 9 മാസം റെസ്റ്റ് മാത്രമേ ഉള്ളൂ അവർക്ക്, വേറെ ഒന്നുമില്ല പുള്ളി പറഞ്ഞത്. അപ്പൊ അത് ഭയങ്കര വൈറലായി. അതിന് അതാരായാലും പ്രതികരിക്കേണ്ടവരൊക്കെ എല്ലാരും ഒട്ടുമിക്കവരും പ്രതികരിച്ച് കഴിഞ്ഞു അതിനെപ്പറ്റി. അത് എന്നിട്ട് അതിനുശേഷം പിന്നെ പുള്ളി ഒരു ഇത് കിട്ടും, എന്തോ ഒരു പുള്ളി എന്താണ് ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു മെഴുവൽ, പിന്നെ ഒരു ന്യായീകരണം. അതെ മെഴുവുക എന്ന് പറയില്ല, അത് ആ ഒരു സാധനം, ആ ഒരു പ്രോസസ്സായിരുന്നു.
അപ്പം അതിലും അങ്ങനെ പറഞ്ഞാൽ അതിൽ പുള്ളി പറയണത് പുള്ളീനെ വിളിച്ചാൽ മതി, പുള്ളിയുടെ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി, പുള്ളിയായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് പുള്ളി ഉദ്ദേശിച്ചത്. അങ്ങനെ ഇതിനി പുള്ളിയെ വിളിച്ച് പുള്ളിയുടെ ആയിരിക്കണം കേൾക്കണം. അല്ല, ഈ പ്രസവത്തിന്റെ കാര്യം ഭയങ്കര സുഖമുള്ള പരിപാടിയാണെന്നൊക്കെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയുമ്പോഴേ ഈ പ്രസവിച്ചവർക്കല്ലേ അതിന് അല്ല, ഇപ്പൊ നിന്റെ ചേച്ചി വീട്ടിലുണ്ടായിരുന്നല്ലോ, അപ്പൊ അറിയാലോ. ഇതൊന്നും കണ്ടില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇപ്പൊ പലരും പറയും ചില ഇതില് നോ യൂട്രസ് നോ ഒപ്പീനിയൻ അങ്ങനെ എന്തോ പറയുമല്ലോ. നിങ്ങൾക്ക് ഒപ്പീനിയൻ പറയേണ്ട കാര്യമില്ല. സത്യത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കുമ്പോഴ് ലേബർ റൂമിൽ ഇരിക്കുമ്പോഴ് എൻ്റെ അമ്മയൊക്കെ അവിടെ നിൽക്കാൻ പോകുമല്ലോ, അമ്മയ്ക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അത്ര വിളിയും അവിടെ അടുത്തുള്ളവരൊക്കെ ഭയങ്കര ആയിട്ട് ഒച്ച വയ്ക്കും, ഭയങ്കരമായിട്ട് വിളിയാണ്. അപ്പോഴങ്ങ് അവിടെ നിൽക്കാൻ തന്നെ പാടാണ്. ഒരു സ്ത്രീ ആയിട്ടുള്ള എൻ്റെ അമ്മയ്ക്ക് തന്നെ നിൽക്കാൻ പാടാണ്. ഒരു പേടി പോലെയാണ്. അങ്ങനെ ഒരു സംഭവമാണ് പുള്ളി പറഞ്ഞത് സുഖമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണെന്ന്. ഏറ്റവും നമ്മളെ മനുഷ്യർക്ക് ഭയങ്കര പാടാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബെർത്ത് കനാലൊക്കെ കുറവാ, ചെറുതാ. ബാക്കിയുള്ള ജീവികളെ വെച്ചിട്ട് നോക്കുമ്പോഴ് നമ്മളെ ബെർത്ത് കനാല് ഈ കുഞ്ഞിറങ്ങി വരുന്നതൊക്കെ നമുക്ക് കുറവാ. അതൊക്കെ നല്ല മറ്റേ കോൺട്രാക്ട് ചെയ്തൊക്കെ ഇല്ലേ വരാനുള്ള. പിന്നെ എനിക്ക് തോന്നുന്നത് ബാക്കി ഒരു സഹായം ഇല്ലാതെ ഒന്നും മനുഷ്യർക്ക് അങ്ങനെ ഒരാളെ വേറൊരു സഹായം ഇല്ലാതെ ഒരു കൊച്ചിനെയൊന്നും വളർത്താനൊന്നും പറ്റൂല. അങ്ങനെ ഒത്തിരി ഭയങ്കര പ്രശ്നമുള്ള സാധനമാണ് നമുക്കുള്ളത്. അതിനെയാണ് പുള്ളി പറഞ്ഞത് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. പിന്നെ സുഖപ്രസവം എന്ന് പറയുന്നത് അത്ര സുഖമല്ല. സുഖപ്രസവം സുഖമുള്ള പരിപാടിയാണെന്ന് ആരും പ്രസവിച്ചാരും പറയും. അങ്ങനെ ഇട്ടുകൊടുത്തത് സുഖപ്രസവം ആയിരുന്നു എന്ന് പറഞ്ഞാൽ നോർമൽ ഡെലിവറി ആയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോർമൽ ഡെലിവറി, സി സെക്ഷൻ അല്ലാത്ത ഡെലിവറി, അതിനാണ് സുഖപ്രസവം. പണ്ട് ലക്ഷ്മി പോഡ്കാസ്റ്റിനൊക്കെ വന്ന് അനസ്തേഷ്യ കൊടുക്കുന്ന ഒരു എപ്പിഡ്യൂറൽ അനസ്തേഷ്യ കൊടുക്കുന്ന ആ ഒരു സാധനമൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അന്ന് നമുക്ക് ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സാധനമാണ്, ഭയങ്കര എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ പ്രസവം എന്നുള്ളത് അന്ന് പുള്ളിക്കാരി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർലെസ് പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അതെ, അതാണ് ഈ പുള്ളി അത്രയും നിസ്സാരവൽക്കരിച്ചത്. അതാണ് ഇത്രയും ആൾക്കാർ പ്രതികരിക്കുകയും പിന്നെ കുറെയൊക്കെ പുള്ളിയെ അവഗണിച്ച് തള്ളേണ്ട സമയം അതിക്രമിച്ചു. സത്യം അതാണ് ഏറ്റവും ആവശ്യമായിട്ട് ചെയ്യേണ്ടത്. കാര്യം പുള്ളി എപ്പോഴും ഇങ്ങനെ ഈ സാധനം പറയേണ്ട ആവശ്യം പോലും ഇല്ല. പക്ഷെ എന്നാലും പെട്ടെന്ന് ഒരു ദിവസം വരിക, ഇത് പറയുക, പോവുക. അതാണ് പുള്ളി എപ്പോഴും ലൈം ലൈറ്റിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ചിട്ടാണ് ഇങ്ങനെ. അല്ലാതെ പുള്ളിക്ക് അങ്ങനെ റിലവൻസ് ഇല്ല. ഇപ്പോഴത്തെ ഒരു ഇതില് പുള്ളി ഒരു ഇലക്ഷൻ മത്സരിച്ചു, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഒരു ബിഗ് ബോസിൽ വിജയിച്ചെന്നും പറഞ്ഞു അങ്ങനെ ഒരു അതാ ഒരു ടൈം ലൈനിൽ മാത്രമേ ഒരു ഫെയിം നിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ എല്ലാവരും മറന്നു. പുള്ളി അതിനനുസരിച്ച് ഇങ്ങനെ ഫെയിം നിൽക്കാൻ വേണ്ടി ഓരോരോ സംസാരിക്കാൻ വേണ്ടി ഇട്ടും കൊടുക്കുന്നുണ്ട്. മറ്റേ റോബിനും ജിൻഡോ പോലെയൊന്നും അല്ലേ, കുറച്ചും കൂടെ നെഗറ്റീവ് പബ്ലിസിറ്റി നോക്കി ചെയ്യുന്നുണ്ട്. അല്ലാതെ ഈ ഒരു കമന്റ് ഇപ്പോഴും വന്ന് പറഞ്ഞ് ഇതെന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാരും അത് കേട്ടിട്ട് മറ്റേ വെറുതെ ഇരിക്കൂല. പ്രത്യേകിച്ച് എന്തായാലും സ്ത്രീകൾക്ക് എന്തായാലും ഇത് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പൊ അവരെന്തായാലും പറയും. അല്ല, എത്ര പേരാണ് മരിക്കണത് പണ്ടുള്ള. ഇപ്പൊ പണ്ട് ഭയങ്കര സുഖം എന്ന് പറയുന്നത്. പണ്ട് എത്ര പേരും പണ്ട് സിനിമയിൽ തന്നെ പണ്ടത്തെ സിനിമയിൽ നമ്മളെ ഇതില് പ്രസവത്തോടു കൂടി മരിച്ചു. ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അമ്മയെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. ഇപ്പോഴത്തെ കാലത്ത് കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് ഡേയിൽ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അമ്മയെ രക്ഷിക്കാനായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീവബിൾ അല്ല. അല്ല, അങ്ങനെ ചാൻസസ് ഉണ്ടാവാറുണ്ട്, പക്ഷെ അതുപോലും ഭയങ്കര കുറവാ. ഇപ്പം എന്താ 5% താഴെ കണ്ടൊക്കെയാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത് കേരളത്തിന്റെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ. അപ്പൊ അത് ഭയങ്കര മൈന്യൂട്ട്. അതെ, നീ പറഞ്ഞ പോലെ ഇപ്പം ഇങ്ങനെ ഒരു സാധനം ആൾക്കാർ വന്ന് പറയണേ നമ്മൾ ഈ ഒരു സമയത്ത് ഇത് വിശ്വസിക്കൂല. ഇങ്ങനെ അമ്മ മരിച്ചോയെന്നോ കുഞ്ഞു മരിച്ചോയെന്നോ അങ്ങനത്തെ ഒരു സംഭവം പറയുമ്പോൾ നമ്മളങ്ങനെ ഷോക്കായി പോകും, ഭയങ്കര ഷോക്കായി പോകും. പക്ഷെ പണ്ടത്തെ കാലത്ത് ഇതൊരു നോർമൽ സാധനമാണ്. ആ കുഞ്ഞ് ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നൊക്കെ പറയും. അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇതും കൂടെ ആയിരുന്നു, ഫേസും കൂടെ ആയിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ആ ഒരു മെഡിക്കൽ ഫെസിലിറ്റീസിന്റെ ഇതിന്റെയൊക്കെ കൂടുതൽ കാരണം
കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ മോഡേൺ മെഡിസിൻ കുറച്ചും കൂടെ ഒരു ഇതായി. പിന്നെ ഒരുപാട് ഫെസിലിറ്റീസ് എല്ലായിടത്തും എന്തുണ്ടായാലും ആദ്യമേ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും ഈ സ്കാനിങ്ങിലൂടെ അതിലൂടെ. അത് പിന്നെ ഈ റീസെന്റ് ആയിട്ട് തന്നെ ഇപ്പം കുറെ ഈ വീട്ടിലെ പ്രസവം അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് കുറെ ഇഷ്യൂസ്, വാക്സിൻ എടുക്കാത്തവര്. അത് ഒരു കേസ് എന്ന് പറഞ്ഞാൽ എന്തോ എന്തൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ട പോയപ്പം കൊച്ചിന്റെ പ്രസവം ഹോസ്പിറ്റലല്ല, അങ്ങനെ വീട്ടിൽ വെച്ച് പ്രസവിച്ചു. അപ്പൊ അത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ആയി. ബർത്ത് സർട്ടിഫിക്കറ്റ് ആണോ അത് ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ. അതെ, അപ്പൊ അങ്ങനത്തെ താല്പര്യമില്ല, പോവാൻ താല്പര്യമില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അത് അവരൊക്കെ ഇത്തിരി കുറച്ചൊക്കെ മോഡേൺ ആയിട്ടൊക്കെ, മോഡേൺ അല്ല, പുതിയ ആൾക്കാരാ. പക്ഷെ എന്നിട്ടും അവർക്ക് താല്പര്യമില്ല, വാക്സിൻ എടുക്കാൻ താല്പര്യമില്ല. അതെ, വാക്സിൻ എടുക്കാൻ താല്പര്യമില്ല. അത് പിന്നെ ഇടയ്ക്ക് ഒരാള് 5 പ്രസവം കൊണ്ടാ ചെയ്ത് മരിച്ചുപോയി. ഒരു സ്ത്രീ 5 എന്നുവെച്ചാ അവരെ ഒരു മെഷീൻ പോലെ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ച് അതും വീട്ടില് ആശുപത്രി പോയില്ല. അതെ, അതൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇമാതിരി ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര മോശമാണ്. പിന്നെ പുള്ളി ഉദ്ദേശിച്ചത് മറ്റേ ഈ ഒരു ഒരു ഹോസ്പിറ്റൽസ് ഇതിനെ മോണിറ്റൈസ് ചെയ്യുന്നതിനെ പറ്റി, അല്ല മോണിറ്റൈസ് എന്ന് വെച്ചാൽ പൈസ എന്തായാലും വേണം, അതല്ല. പക്ഷെ ഈ എന്താ പറയുക, ഇതിന്റെ ചൂഷണം അങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് വേറെ രീതിയിൽ പറയാം. ഈ സാധനം വെച്ചോണ്ട് പറയാൻ പാടില്ല. സുഖമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം പ്രസവമാണ്. സ്ത്രീകൾക്ക് അതൊരു എൻജോയ്മെന്റ് ആണെന്ന് പറയണേലേ പ്രശ്നമുള്ളൂ. അല്ലാതെ ഈ രണവിമർശിക്കുക ഇപ്പോഴത്തെ ഇത് ഒരുപാട് ചൂഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് സിസേറിയൻ ചെയ്യിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ പറയണേല് കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു എൻജോയ് ചെയ്യണമെന്ന് നിസ്സാരവൽക്കരിക്കുമ്പോഴേ അതൊരു പ്രസവവും അതും കൂടെ പെട്ടെന്ന് അങ്ങ് സിങ്ക് ആവില്ല. പിന്നെ ഇപ്പൊ മെഡിക്കൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ കുറെ എക്സ്ട്രാ ഇതൊക്കെ ചെയ്യാൻ പറയുന്നു, അങ്ങനെ കുറെ പൈസ കൂടുതൽ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നു എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. വിദേശവൽക്കരണം, എന്താണ് വിദേശ കമ്പനികൾ വന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരുന്നു. അതിന്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇഷ്യൂസ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിന്റെ ഒരു, ഇപ്പൊ ഞാൻ കേട്ട ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകൾ അതിനെയൊക്കെ ഒന്ന് അടിച്ചു താക്കാൻ ശ്രമിക്കുന്നു. ഇപ്പം ഇങ്ങനെയുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ വന്നതിന് ശേഷം അവര് ഇപ്പൊ സർക്കാർ സൗകര്യങ്ങൾ ഭയങ്കര കുറവാണ്, സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങൾ ഭയങ്കര, അവിടെ പോയാൽ മരിച്ചു പോകും, പകരം പ്രൈവറ്റൈസേഷൻ ആണ് നല്ലതെന്നുള്ള രീതിയിൽ കുറച്ച് ന്യൂസുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് പരക്കുന്നു എന്ന് മന്ത്രി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സംഭവം കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കാരണം ഇപ്പൊ കുറച്ച് ഫിയർ ഉണ്ട് ആൾക്കാർക്ക്. ഈ ഇപ്പം അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഒരു മെഡിക്കൽ ബില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അത് നമുക്ക് ഒരു ഇൻഷുറൻസ് ഇല്ലാണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതുപോലെ ആവുമ്പോ ഇവിടെ ഒരു സംഭവം ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ട്. അത് ചർച്ച ചെയ്യേണ്ട സാധനം തന്നെ. പക്ഷെ സുഖം പക്ഷെ എനിക്ക് തോന്നുന്നില്ല പുള്ളി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇതാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ പുള്ളി ചൂഷണം തന്നെയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലും ആണെന്ന് തോന്നുന്നു. ഹോസ്പിറ്റൽസ് ഇതിനെ ഭയങ്കരമായിട്ട് പൊക്കി കാണിച്ചിട്ട് അതിനെ വെച്ച് കുറെ പൈസ പിടുങ്ങുന്നു. ഇതൊരു രോഗമാണ്, ഇതൊരു ഭയങ്കര ഒരു സംഭവമാണ്, ഇത്രയും കെയർ ചെയ്യേണ്ട ഒരു സാധനമാണെന്നും പറഞ്ഞു ഹോസ്പിറ്റലുകാര് ഈ ഒരു സുഖമായിട്ടുള്ള പ്രക്രിയയെ അവര് ഭയങ്കര രീതിയിൽ ഇത് ചെയ്യുന്നു, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഈ മറ്റേ ഇപ്പൊ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനത്തെ കുറെ ഫേസ് ഒക്കെ ഉണ്ട്. ചിലർക്ക് ഈ പ്രസവിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ ഇഷ്ടമല്ലാണ്ടാവും, അവരുടെ അടുത്തുള്ള സ്നേഹം കുറയുന്നു, കുട്ടിയുടെ അടുത്തുള്ള സ്നേഹം മാത്രമല്ല, അവര് ഈ ഒരു ഫേസിൽ, ഈ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഫേസിൽ കൂടെ അല്ലേ പോയോ, അവരുടെ ഒരു ശരീരം, അവര് മൊത്തത്തിൽ ആള് മാറുകയാണ്, ചേഞ്ച് ആവുകയും. അപ്പൊ ആ ഒരു ഇതും ഒക്കെ കാരണം ഒരു കൊച്ചിനോട് തന്നെ ചിലപ്പോൾ അവർക്ക് ഒരു ദേഷ്യം ഒക്കെ വരാം ആ ഒരു സമയത്ത്. അല്ലെ എപ്പോഴും പ്രൊലോങ്ഡ് ആയിട്ടുണ്ടെന്നല്ല, ആ ഒരു സമയത്തുണ്ട്. അപ്പൊ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ റിയാലിറ്റിയാണ്, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പക്ഷെ പുള്ളി പറയുന്നത് ഇങ്ങനത്തെ ടേംസ് ഒക്കെ അതായിരിക്കും ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ കുറച്ചുകൂടെ ഈ ആശുപത്രിക്കാരിട്ട ടേമുകളാണ്.
അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇല്ല. അല്ല, അതൊരു റിയാലിറ്റിയാണ്. അതിനുശേഷം പിന്നെ കുഞ്ഞുങ്ങളെയും നോക്കണം. കുഞ്ഞുങ്ങളെയും നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പരിപാടിയാ. അത് ഒറ്റയ്ക്കൊന്നും നമുക്ക് പറ്റൂല. ഇപ്പം അതുകൊണ്ടായിരിക്കും നമ്മളെ കമ്മ്യൂണിറ്റി ഇങ്ങനെ ഇത് അമ്മുമ്മ അങ്ങനെ ഒരു സാധനം ഒറ്റയ്ക്കൊന്നും നമുക്ക് ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെ നോക്കാനോ അങ്ങനെ ഒരു ആ ഒരു പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം പറ്റില്ല. നമ്മളാണെങ്കിൽ തന്നെ ഇപ്പം ഞാൻ വീട്ടിലവിടെ ഒരു കൊച്ചൊക്കെ ഉണ്ട്, 2 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര രസമാണ്, ഭയങ്കര ക്യൂട്ടൊക്കെ ആയിരിക്കും. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോറടിക്കും, പിന്നെ തിരിച്ചു കൊടുത്തിട്ട് പോകും. അതല്ല ഇങ്ങനെ എന്നിട്ട് നമ്മൾ കുഞ്ഞിനെ എടുത്തിട്ട് അവരങ്ങ് പോകും. നമ്മളിപ്പോ അരമണിക്കൂറൊക്കെ കുഴപ്പമില്ല, അതിനുശേഷം ഇങ്ങനെ പ്രൊലോങ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അല്ല, അതെന്ന് വെച്ചാൽ കൊച്ചെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് നമ്മൾ ആരെങ്കിലും ഒരാൾ വേണം, അല്ലാണ്ട് അത് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യൂല. വളർന്ന് വലുതാവുന്നത് വരെ എന്തായാലും ഒരു കണ്ണ് എന്തായാലും വേണമല്ലോ. അപ്പോഴേ അത് ഇങ്ങനെ അവരെ അത്രയും അമ്മമാരെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറക്കമില്ല. അങ്ങനത്തെ ഒരു സാധനമാണ്. ഉറക്കം പാടാണ്. രാത്രിയിലൊക്കെ ഇരുന്ന് കരയും. പിള്ളേരൊക്കെ അത് തോന്നുമ്പോ ഉറങ്ങും, തോന്നുമ്പോ കരയും. അങ്ങനത്തെ ഒരു ഇതും കൂടെ ഭയങ്കര പാടാ ആ ഒരു സമയത്ത്. അപ്പോൾ ഈ ഒരു സംഭവത്തെയാണ് പുള്ളി എൻജോയ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ എൻജോയ് ചെയ്യുന്നത് പുള്ളി പറഞ്ഞാൽ ഓക്കെയാണ്, പക്ഷെ നമ്മള് അവജ്ഞയോടെ തള്ളിക്കളയണം. അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇങ്ങനത്തെ ഒരു സാധനം വന്നുകൊണ്ട് അതങ്ങനെ തള്ളിക്കളയാനും പറ്റൂല. വലിയൊരു സാധനം ഇത്രയും ആൾക്കാർ പേര് കാണണല്ലേ. പിന്നെ ഇലക്ഷന് വന്ന് തോക്കുമ്പോ ശരിയാവുമായിരിക്കും ഇനി. പുള്ളി എന്തായാലും ഇതേപോലെ കുറെ കോൺട്രോവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഇനിയും കൊണ്ടുവരും എന്നാണ് ഒരു വിശ്വാസം. കൊണ്ടുവരും, ഉറപ്പല്ലേ. പുള്ളിക്ക് എന്തായാലും അങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു. എപ്പോഴും ലൈറ്റ് കിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ. അല്ല, പുള്ളിക്ക് എപ്പോഴും ഇങ്ങനെ സംസാരിക്കണമായിരിക്കും. സംസാരിച്ച ആൾക്കാർ പണ്ടോട്ടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണല്ലോ. ബിഗ് ബോസിന്റെ സമയം തൊട്ടേ ഇങ്ങനെ എപ്പോഴും ഒരു അന്നൊക്കെ കുറച്ച് ഒരു സിനിമ സംവിധാനം ചെയ്തു. അത് ഈ ഇലക്ഷന്റെ സമയത്ത് 3-4 പേര് പുള്ളിയുടെ അടുത്ത് ചോദിക്കും, മറ്റേ അഖിൽമാരാറ് എന്തൊരു സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയുമെന്നാ അങ്ങനെ എന്താ ചോദിക്കുക. ഞാൻ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് മാറ്റി പറഞ്ഞത്? അപ്പൊ പറയും മറ്റേ ഇതിൽ പോകില്ലെന്ന് പറഞ്ഞിട്ട് പോയില്ലേന്ന് ചോദിക്കാം. അത് സ്റ്റേറ്റ്മെന്റ് വേറെ, ഒപ്പീനിയൻ വേറെ, നിലപാട് വേറെ. നിലപാടുകൾ കുറെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നിലപാട് വേറെ, ഒപ്പീനിയൻ വേറെ. എന്നിട്ട് അതിനെ കുറിച്ച് ക്ലാസ് എടുക്കും. പിന്നെ ആടിനെ പട്ടിയാക്കിയിട്ട് പിന്നെ പട്ടിനെ കുറിച്ച് ഇങ്ങനെ അല്ല, പുള്ളിക്ക് അങ്ങനെ നമ്മള് പോയി കഴിഞ്ഞ് സംസാരിച്ച് ജയിക്കാനൊന്നും പറ്റൂല. കാര്യം നമ്മളിപ്പോ ചോദിക്കുന്ന ചോദ്യത്തിന് ചിലപ്പോ വേറൊരു സാധനം ആക്കിയിട്ട് അതിനെ കുറിച്ച് നന്നായിട്ട് പറയും. നമ്മളിങ്ങനെ ആ ഒരു ഇതില് ചിലപ്പോ അന്തം വിട്ടിരിക്കുക. അതാ ഒരു നല്ലൊരു രീതിയിൽ പുള്ളി ഈ സംസാരിക്കാൻ അറിയാന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നല്ല കഴിവാ. പുള്ളി പണ്ടൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല. ഒരു അവലോകനോ അങ്ങനെ എന്തോ ഒരു പടമാണ്. താത്വിക അവലോകനം. ആരും അത് കണ്ടിട്ടില്ലെന്നോ? കണ്ടിട്ടില്ല. ജോജുവിന്റെ പടത്തിൽ ഏറ്റവും ലീസ്റ്റ് കണ്ടിട്ടുള്ള ചിലപ്പോ ഇതായിരിക്കും. അഭിനയിച്ചിട്ടുണ്ടല്ലേ? അഭിനയിച്ചിട്ടുണ്ട്. അത് മുള്ളംകൊല്ലി ടൈംസ്, മുള്ളംകൊല്ലി ഡേയ്സ്, അങ്ങനെ എന്താ. അത് അവലോകനത്തെക്കാട്ടി ആരും കാണാൻ കാണിച്ചില്ല. അല്ല, പുള്ളിക്കാരന് ഡയറക്ടർ ആവണം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഡയറക്ടർ ആവണമെന്നുണ്ടായിരുന്നു. പിന്നെ പുള്ളിയെ റിവ്യൂ എന്തോ ചെയ്യും, ഇത് കോക്ക് റിവ്യൂ ചെയ്യുമ്പോഴേ പുള്ളി കോക്ക് പറയണം യാതൊരു കഴിവുമില്ലാത്ത അഖിൽമാരനെ കുറിച്ച് പറയുമ്പോൾ ഫൈറ്റ് ഉണ്ടായിരുന്നു. യാതൊരു കഴിവുമില്ലാത്ത അഖിൽമാരാർ എന്ന് വെറുതെ. പിന്നെ ബിഗ് ബോസിൽ പോയപ്പോ പുള്ളി അത് കോക്കങ്ങ് നിർത്തി. പുള്ളി മൊത്തത്തില് ഇങ്ങനെ എന്തെങ്കിലും ഇവര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കും, യാതൊരു കഴിവില്ലാത്ത അഖിൽമാരാറെന്ന് പറഞ്ഞ് ഇങ്ങനെ. പുള്ളി എന്തോ മറ്റേ ന്യൂസ് ചാനലിന്റെ എന്തോ ഒരു ഇന്റർവ്യൂല് ഇവർ രണ്ടുപേരും കൂടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാവും. അങ്ങനെയാണ് ഇവരുടെ എനിമിറ്റി വരുന്നത്. സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ സിനിമ ലോകത്ത് കുറച്ച് ഇതൊക്കെ എന്താ പറയണ്ടേ, ചലനങ്ങൾ
ചലനമല്ലല്ലോ, ചലനല്ല, കരച്ചിൽ. കോളിളക്കങ്ങൾ. കോളിളക്കണോ? ഒരാളുടെ കരച്ചിലായിരുന്നു കരച്ചിൽ. തോന്നിയത്. തുടങ്ങിയത് ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറുടെ കരച്ചിൽ വീഡിയോ ട്രെൻഡായി. മറ്റേ വെള്ളം സിനിമയിലെ വെള്ള സിനിമ ഇൻസ്പിറേഷൻ അല്ല, അത് ബയോഗ്രഫി. ബയോഗ്രഫിയിലെ ബയോപിക്കിലെ മെയിൻ മുരളി എന്നറിയപ്പെടുന്ന മുരളി. അതൊരു വല്ലാത്ത പേരായി പറയാതിരിക്കാൻ വെള്ളം മുരളി. എല്ലാരും വെള്ളം മുരളി എന്നാണ് പണക്കാരെ ബഹുമാനിക്കാൻ പഠിക്കടാ. അത് പുള്ളി കളിയാക്കിയല്ല, പക്ഷെ പുള്ളിയുടെ ആ ഒരു വീഡിയോ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാണുമ്പോ നമുക്കും ആ ഒരു ഇത് ബുദ്ധിമുട്ട് തോന്നും. എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ സിനിമാക്കാര് വഞ്ചിച്ചു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. രണ്ടുപേര് പുള്ളിയുടെ 2 സിനിമയാണ് പുള്ളി പ്രൊഡ്യൂസ് ചെയ്തത്. നദികളിൽ സുന്ദരി യമുനയും പിന്നെ സുമതി വളവ്. ഇത് രണ്ടും കൂടെ കൂട്ടി പുള്ളിക്ക് 8 കോടിയുടെ നഷ്ടമാണെന്നാണ് പുള്ളി പറയുന്നത്. ഏറ്റവും കൂടുതൽ നഷ്ടം സുമതി വളവ്. പുള്ളി അതിൽ പറഞ്ഞത് പുള്ളി മറ്റേ വികാരാതീതനായി ആണ് പറയുന്നത്. ഭയങ്കര ലാസ്റ്റ് ഭയങ്കര കരയും. കടക്കാര് വിളിക്കുന്നു, എനിക്കിനിയിപ്പം എനിക്ക് ജീവിച്ച് കൊതി തീർന്നില്ല, അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിച്ച് ഭയങ്കര. എനിക്ക് തോന്നുന്നു അത് ഡിലീറ്റ് ചെയ്തല്ലേ പുള്ളിക്കാരൻ ഡിലീറ്റ് ചെയ്തിട്ട് എന്നിട്ട് ത്രെഡിൽ കിടന്ന് അത് വേറെ ആരാ എടുത്തിട്ടതെന്നാണ് പറഞ്ഞത്. എന്താണെന്ന് അറിയില്ല. പിന്നെ പുള്ളി പറഞ്ഞത് അതിന്റെ റൈറ്ററും അതിന്റെ ഡയറക്ടറും പറ്റിച്ചു. ആ ഡയറക്ടറിന് സംവിധാനം ചെയ്യാൻ അറിയില്ല, ഇവർക്ക് രണ്ടുപേർക്കും സംവിധാനം ചെയ്യാൻ അറിയില്ല, എന്നെ കുഴിയിൽ കൊണ്ട് ചാടിച്ചു, അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്. ഈ നദികളിൽ സുന്ദരി യമുന നമ്മള് തിയേറ്ററിൽ പോയി കണ്ടതാ. അത് എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു സക്സസ് ആവാൻ സാധ്യതയുള്ള പടം എന്നുള്ള രീതിക്കാണ് അന്ന് ഭേദപ്പെട്ട പടം. അതെ, ആ ഒരു സമയത്ത് ഇത്തിരി ഭേദപ്പെട്ട പടമായിരുന്നു അത്. പക്ഷെ അത് ഹിറ്റാവാനുള്ള ഒരു വകുപ്പില്ലാത്ത പടം തന്നെ. അത്ര അങ്ങനെ ആ ഒരു കഥയും അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നില്ല. കർണാടകയിലെ അവിടെ പോയി കല്യാണം കഴിക്കുക, ആ ഒരു സംഭവം അത്രേ ഉള്ളു. അത് അങ്ങനെ ഒരു ഭയങ്കര ഒരു പടവും അല്ല. പക്ഷെ ധ്യാന്റെ ഫിലിമോഗ്രാഫി വെച്ച് ഓക്കെ ആണെങ്കിൽ ഭേദപ്പെട്ട ഒരു പടമാണ്. ആ സിനിമയ്ക്ക് കുറച്ച് റെക്കഗ്നിഷൻ കിട്ടിയത് അതുകൊണ്ട് തന്നെ. കാര്യം ആ ഒരു സമയത്ത് പുള്ളി ഒരു 40 പടവും 10-20 അടുപ്പിച്ച് പൊട്ടിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴ് ഇതൊരു സാധ്യത ഉണ്ട് എന്ന് ആൾക്കാർ കാണുമ്പോ അതൊരു കൗതുകത്തില് ആൾക്കാർ പോയി കണ്ടതാ. പിന്നീട് ഈ സുമതി അത് നല്ല ബഡ്ജറ്റും ഉണ്ടായിരുന്ന പടമായിരുന്നു അല്ലേ. 14 കോടിയുടെ 22 കോടിയായിരുന്നു അത് ഇറങ്ങിയപ്പോ. 22 കോടി. ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ കണ്ടിട്ടില്ല, കുറച്ച് എവിടെയൊക്കെ കണ്ടതുപോലെയാണ് എന്റെ ഓർമ്മ. പക്ഷെ അത് മോശമായിട്ട് തന്നെ ഒന്ന് തോന്നി. ഞാനും കണ്ടിട്ടില്ല ആ സിനിമ, അതുകൊണ്ട് 22 കോടി എന്നൊക്കെ പറയുന്നത് അതല്ല. ഇപ്പൊ 22 കോടി ബഡ്ജറ്റായ സിനിമ 84 ദിവസം ഷൂട്ട് ചെയ്ത സിനിമ എന്ന് പറയുന്നത്. 84 ദിവസം ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സിനിമയാണ്. സാധാരണ ഒരു ചെറിയ പടമൊക്കെ 28 ദിവസം 30 ദിവസം കൊണ്ട് തീർക്കും, എങ്കിലേ അവർക്ക് മുതലും ആവുള്ളൂ. ഇത് അർജുൻ അശോക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയൊരു സ്റ്റാർഡം ഉള്ള ഒരാളൊന്നും അല്ലല്ലോ. പുള്ളി വെച്ചൊരു 22 കോടിയുടെ പടം എടുത്ത് അത് അതിപ്പോ ചെറിയ ബഡ്ജറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പം ലാഭം കിട്ടിയെന്ന് തോന്നുന്നു. അത് വെച്ച് കണക്കൂട്ടി നോക്കിയപ്പം 22 കോടിയില് 7 കോടി രൂപയില് നഷ്ടമുള്ളൂ. 6.5 കോടി എന്തോ നഷ്ടം. എടാ അതെന്ന് വെച്ചാൽ പുള്ളി പകുതിക്ക് കഴിച്ച് മറ്റേ ഗോകുലം ഗോപാലൻ എന്തോ ഇത് കൊടുത്ത അങ്ങനെ ബാക്കി പുള്ളി ഗോകുലം ഗോപാലനാണ് ഇറക്കിയതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് തോന്നണം. പിന്നെ ഇതിലെന്തോ ഞാൻ കേട്ടായിരുന്നു, ഈ ഇങ്ങനെ കോപ്പി റൈറ്റ്സ് ഇങ്ങനെ വാങ്ങിക്കുന്ന പ്രൊഡക്ഷൻ മാറ്റി വാങ്ങിക്കുമ്പോഴത്തേക്കും ഈ മാറ്റി വാങ്ങിച്ച ആളായിരിക്കും ഫസ്റ്റ് കിട്ടുന്ന ലാഭം എല്ലാം എടുത്തോണ്ട് പോകുന്നത്. അങ്ങനത്തെ ഒരു എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. ലോകത്ത് എന്തൊക്കെയാണെന്ന് ഇന്റേണൽ കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. കാര്യം ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ഈ മഞ്ഞുമൽ ബോയ്സിൽ തന്നെ എനിക്ക് അത് മനസ്സിലായതേ ഇല്ല. ആരെ പറ്റിച്ചു, ആരെങ്ങനെയാണ് ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മള് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ ഈ ഫിനാൻസർ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്ത പൈസ ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് പ്രൊഡ്യൂസർ ആവണം, അപ്പൊ ഞാൻ ഇത്തിരി ഇതുകൊണ്ട് എന്റെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ നമുക്ക് ഒരു ഫിനാൻസറെ കണ്ടിട്ട് പൈസ വെച്ചിട്ട് അവരാണ് പ്രൊഡ്യൂസർ.
അവരാണ് പ്രൊഡ്യൂസർ, പക്ഷെ അവർക്ക് ലാഭമില്ല. അവർക്ക് നമ്മൾ പലിശയാണ് അവരുടെ ലാഭം. എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് പേരൊക്കെ വരുന്നത് നമ്മളതാണ്, റിസ്ക് നമുക്കാണ്, കയ്യില് പൈസ ഇല്ല. അപ്പൊ നമ്മൾ ആ പൈസ ലോൺ എടുക്കുന്ന പോലെ ഇപ്പൊ ആ പടം വിജയിച്ചെന്ന് വെച്ചോ, നമ്മളേല് മൂലധനം ഇല്ല, പക്ഷെ വിജയിച്ച് നമുക്ക് ആ പൈസ കിട്ടും. അവർക്ക് കൊടുത്തിട്ട് ബാക്കി വരുന്ന പൈസ നമുക്കാണ്. അതെ. പക്ഷെ ഈ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ കാര്യത്തില് എന്തോ മറ്റേ ലാഭത്തിന്റെ വീതം കൊടുത്തില്ല. അതാ എനിക്ക് മനസ്സിലാവുന്നത്. അതെങ്ങനെ അത് ആദ്യം ലാഭത്തിന്റെ വീതവും കൂടെ കൊടുക്കാം, അങ്ങനെ എന്തോ കരാറുണ്ടെന്ന് തോന്നുന്നു. അത് കൊടുത്തില്ല, അങ്ങനെ എന്തോ സംഭവങ്ങൾ. അത് ഇത്തിരി കൊളായെന്ന്. അതൊരു കോംപ്ലിക്കേറ്റഡ് സാധനം പോലെ. അപ്പൊ ഈ ഒരു പ്രോസസ് എല്ലാം ശരി പാടാ ഇതിന്റെ കൂടെ പിടിക്കാന്ന് പറഞ്ഞാൽ. ഇപ്പം മിക്കപ്പോഴും പറയാറുണ്ട് ഈ എന്താ വെളുപ്പിക്കാനുള്ള ആ ഒരു സംഭവം. പണ്ട് ധ്യാനിന്റെ സിനിമകൾ എപ്പോഴും എല്ലാവരും പറയാറുണ്ടായിരുന്ന ഒരു സാധനമാണ്, വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പടമാണ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സ് എനിക്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ധ്യാനിന്റെ സിനിമയ്ക്കല്ല, അല്ലാതെ ആ ഒരു സംഭവം വെളുപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സിനിമകൾ കാണുമ്പോൾ. ചില സിനിമ കാണുമ്പോൾ അത് ഇവർക്ക് അറിയാന്ന് തോന്നിയിട്ടുണ്ട്, ഇത് പൊട്ടുമെന്നുള്ളത്. നമ്മൾ ആലോചിക്കും ഇത് എന്ത് കണ്ടിട്ട് ഇവർ ഈ പടം എടുത്തതെന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. ഒരുപാട് പടങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്ക് ഇതില് സിനിമയിൽ അത്ര ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളല്ലേ. പുള്ളിക്ക് സിനിമയായിട്ട് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ആ ബയോപിക് വന്നപ്പോഴ് അങ്ങനെ ആയിരിക്കും പരിചയപ്പെട്ടത്. അപ്പോഴീ മായിക ലോകം അല്ലേ, സിനിമയുടെ മായിക ലോകത്തിലേക്ക് റൈറ്ററും ഡയറക്ടറും കൂടെ വലിച്ചിട്ടു എന്നാണ് പുള്ളി പറയുന്നത്. പ്രൊഡ്യൂസർ ഇത് പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പേരല്ലേ. സിനിമയും കൂടെ വരുമ്പോഴ് വേറൊരു ഇതാണ് പ്രൊഡ്യൂസർ, ഇത്തിരി കൂടെ ഫേമസും കൂടെ ആവും, പേര് ഫേമസ് ആവും. അപ്പം എനിക്ക് തോന്നുന്ന പുള്ളിക്കാരൻ ഇതിലൊരു ഫേമസ് മാത്രമല്ല, ഭയങ്കര പൈസ എന്ന് വെച്ചാൽ ഇതില് റിസ്ക് ഉണ്ടെങ്കിലും ഇപ്പം വാഴ 10 ടൈംസ് ആയിരിക്കും അവർക്ക് ലാഭം കിട്ടണം. ഒരു ഇത്രയും ഒരു ചെറിയൊരു കാലയളവിൽ, 2 മാസം 3 മാസം കാലയളവിൽ 10 ടൈംസ് ഒക്കെ ലാഭം കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏത് പെട്ടെന്ന് എങ്ങനെയാണ്? അല്ലെങ്കിൽ വല്ല ഗാംബ്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം, ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്താലേ. അതൊരു പ്രൊഡ്യൂസർ തന്നെ പുള്ളിയുടെ ഇന്റർവ്യൂല് പറയുന്നുണ്ട്, അത് ഇങ്ങനെ ഏറ്റവും ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഇതാണ്, ഈ സിനിമ പ്രൊഡക്ഷനാണ്. അപ്പോഴേ ഈ ഒരു പുള്ളിയുടെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം അത്രയും പൈസ ഇല്ലാത്ത ഒരാളെ ഒരു പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ട്, നഷ്ടം എന്തായാലും വരും. ഇത് ആദ്യമായിട്ടല്ലല്ലോ നഷ്ടം വരുന്നത്. അപ്പോഴേ ഒരു 5-10 സിനിമയെങ്കിലും എടുക്കാനുള്ള ഒരു പൈസ ഉണ്ടെങ്കിൽ ഇതിലോട്ട് ഇറങ്ങാം. ഇപ്പൊ ഗോകുലം മൂവീസ് ഒക്കെ അവർക്ക് 2-3 ഒരു 10 15 20 പൊട്ടിയാലും ഒന്നും ബാധിക്കൂല. അവർ ഇപ്പോഴത്തെ റീസെന്റ് സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ കുറെ പൊട്ടി. അപ്പൊ അത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോ കുത്തോലെടുത്തു പോയി. ആ പുള്ളി ആയതുകൊണ്ട് കുഴപ്പമില്ല, പടം പിടിക്കും. സിനിമയിൽ നല്ലപോലെ ഇറങ്ങുന്നുണ്ട് ഗോകുലം ഏറ്റെടുക്കുന്നതും പുള്ളിയാണെന്ന് തോന്നുന്നത്. ലൂസിഫർ ഒക്കെ പുള്ളിയല്ലേ, എമ്പുരാൻ പുള്ളിയാണ് ഏറ്റെടുത്തത്. കുറെ ഏറ്റെടുക്കുന്നു. ഇപ്പം സുമതിയോളവും പുള്ളി ഏറ്റെടുത്തില്ലേ, വേസ്റ്റ് തരൂ ഞാൻ ഏറ്റെടുക്കാം. കുറെ സിനിമകൾ വരാനുണ്ട്, ബിഗ് ബഡ്ജറ്റ് പടങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പം ഗോകുലം മൂവീസ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ കത്തനാര് പുള്ളി അഭിനയിച്ചിട്ടുള്ള എല്ലാത്തിലും. എനിക്ക് തോന്നുന്നു ആന്റണി പെരുമ്പാവൂരിന് ശേഷം ഇപ്പോ മറ്റേ പുള്ളി പക്ഷേ ടൊവിനോയെ ടിനോവെ ആക്കിയേ. പുള്ളി ടിനോവ എന്നാണ് എല്ലാരും വിളിക്കണത്. ടൊവിനോ കളിയാക്കിയിട്ട് എല്ലാത്തിലും ടിനോവ. അത് റെഡിറ്റിലൊക്കെ ടിനോവ എന്നാണ് വിളിക്കണത്. ടൊവിനോ എന്ന് പറയൂല, ടിനോവ. അപ്പോഴേ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ഒരു എന്ന് വെച്ചാൽ ഇതിലോട്ട് ഇറങ്ങുമ്പോഴ് റിസ്ക് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മള് ഒരു സിനിമയിൽ ഇറങ്ങുമ്പോഴ് വിജയിക്കണേക്കാട്ടി ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ചാൻസസ് ഉള്ളത്. അത് നമ്മള് മലയാള സിനിമയിൽ ഇപ്പൊ നമ്മള് തിയേറ്ററിൽ നമ്മൾ അറിയണ സിനിമകൾ ഏതാണ്ട് ഒരു 10% എങ്ങനെ കാണുള്ളൂ. പക്ഷെ അതിൽ 90 വർഷം എനിക്ക് തോന്നുന്നു 100-150 സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതില് ഒരു 90% പൊട്ടും. ആ 90% സിനിമകളിൽ തന്നെ നമ്മളൊരു
അതിൽ ആ 90-ല് നമ്മൾ ചിലപ്പോ ഒരു 40% എങ്ങനെ ആയിരിക്കും നമ്മൾ അറിയുന്നത്, കേൾക്കുന്നത്. അതെ. അല്ല ഇപ്പം ഓരോ വർഷം കഴിയുമ്പോഴും മലയാള സിനിമ പ്രതിസന്ധിയിലാണ്. എല്ലാ വർഷവും പ്രതിസന്ധിയായിരിക്കും. ഇത്രയും കോടി രൂപ നഷ്ടം, 200 കോടി 300 കോടി രൂപ നഷ്ടം എന്നാണ് എപ്പോഴും പറയുന്നത്. പക്ഷെ അങ്ങനെ വരുള്ളൂ. ഇനി എത്ര സിനിമ വിജയിച്ചാലും അങ്ങനെ വരൂ. 2024-ലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സിനിമകൾ കുറയണം, എന്നാൽ ചിലപ്പോ ലാഭം കൂടുതൽ കിട്ടും. അല്ലാതെ കൂടുതലിട്ട സാധ്യത. അല്ലാതെ എല്ലാ സിനിമയും വിജയിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇറങ്ങണ എല്ലാ സിനിമയും വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ആൾക്കാര് പട്ടിണിയായി പോകില്ലേ? ഇതൊരു ബാലൻസ് ഇല്ലേ എന്ന് വെച്ചാൽ 90% ചിത്രങ്ങള് അല്ലെങ്കിൽ 80% ചിത്രങ്ങള് തോറ്റാലേ പറ്റുള്ളൂ. ഇതിൽ പെർസെന്റേജില് എത്ര നല്ല പടം ഇറക്കിയാലും എല്ലാ പടങ്ങളും വന്ന് കണ്ടു കഴിഞ്ഞാലേ ആൾക്കാര് മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാരെല്ലാരും പോയി കണ്ട് അവരെ പൈസ പോയി. അതെ. അല്ല അത് ഒരു കാര്യമാണ്. അവര് പിന്നെ ആൾക്കാരെയാണ് എപ്പോഴും കുറ്റവും പറയുന്നത്, എന്തോ സിനിമ ജയിക്കുന്നില്ല, എവിടെ ജയിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ സിനിമകൾ കുറച്ചെടുക്കണം. സിനിമകൾ കുറച്ചെടുക്കണം. ആ പ്ലേസ്മെന്റ് ഇമ്പോർട്ടന്റാ. ഇപ്പം വാഴേരെ കൊണ്ട് ഒരു നല്ല വാഴ തൂക്കിയ സമയത്തെ അതിലകപ്പെട്ട് ഇപ്പം നല്ലൊരു സിനിമ ഇറങ്ങിയാൽ ആ തൂക്കലില് ചിലപ്പം പൊഴിഞ്ഞു പോകും, പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം വാഴയുടെ ഇപ്പോഴത്തെ ഒരു റൈസ് ഓഫ് പോപ്പുലാരിറ്റിക്ക് കാരണമായതും ബാക്കിയുള്ള കൂതറ സിനിമകൾ കാരണവും. എനിക്ക് കൂതറ എന്ന് ഞാൻ പറയുന്നത്, പക്ഷെ ബാക്കിയുള്ള സിനിമകളുടെ മോശം പെർഫോമൻസ് കാരണമാണ് വാഴയ്ക്ക് കുറച്ചുകൂടെ ഹൈപ്പ് കിട്ടിയത്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം കുറച്ചുകൂടെ ആൾക്കാർ ഇപ്പം മറ്റേ സിനിമ ഓടുന്നില്ല, മറ്റേ സിനിമ അത്ര ഇതില്ലാന്ന് തോന്നുന്നെങ്കിൽ എല്ലാരും പ്രിഫർ ചെയ്യണ വാഴയിലായിരിക്കും. അല്ല ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചാൽ ഒരേ സമയം 2 നല്ല സിനിമകൾ ഇറങ്ങിയാലേ, ഇപ്പം വാഴയും അതിന്റെ കൂടെ ഇപ്പം ദൃശ്യം 3 നല്ലൊരു സിനിമയാണെന്ന് ഇരിക്കട്ടെ, അപ്പം എനിക്ക് തോന്നുന്നു ഉള്ളതിൽ നല്ലതിനല്ലേ ആൾക്കാർ പോകത്തുള്ളൂ. രണ്ടും കാണാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം മഞ്ഞുമൽ ബോയ്സ് ആ ഒരു സമയത്ത് ഇറങ്ങിയപ്പോ ഇത് 3 നല്ല സിനിമയാണ്. അതിൽ ആകെ പെട്ടുപോയത് മറ്റേ ഇതായിരുന്നു, എന്താ അന്വേഷിപ്പിൻ കണ്ടെത്തുമായിരുന്നു പെട്ടുപോയത്. ബാക്കിയെല്ലാം ഒരുവിധം ഓടി. അപ്പൊ അതുപോലെ ആവാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ദൃശ്യം 3ക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മാർജിൻ കാണും, അത് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. ഇത് രണ്ടും കൂടെ ഓടും. അതിന് ബെസ്റ്റ് ഇത് മാറ്റി ഇറക്കുക എന്നുള്ളതായിരിക്കും. അപ്പൊ അവര് ഓരോരുത്തരുടെ എക്സ്പെക്ടേഷൻസ് ഉണ്ടല്ലോ. ചിലർക്ക് എനിക്ക് ഇത്രയും മതി എന്നുള്ള രീതിക്കായിരിക്കും അവർ ഇറക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ കൂടെ ഇറക്കുന്നത്. അല്ല അത് ഉണ്ട്. എന്നാൽ ഈ തൂക്കലിൽ ഇങ്ങനെ ഒരു വലിയൊരു സാധനം എന്ന് വെച്ചാൽ തിയേറ്ററിൽ ഇറങ്ങി ഇവർക്ക് ഡിമാൻഡ് ഉണ്ട്, വാഴയ്ക്ക് ഡിമാൻഡ് ഉണ്ട്. അപ്പോഴേ തിയേറ്ററിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, അത് കുറയും. ഡിമാൻഡ് കൂടുമ്പോഴേ തിയേറ്റർ ആ ഷോ കുറയും. ഇപ്പൊ നല്ലൊരു സിനിമയാണെങ്കിലും ഷോ കുറഞ്ഞ ആൾക്കാർ കാണാതായി അത് പൊട്ടാനോ അല്ലെങ്കിൽ ചെറിയൊരു ആവറേജ് ഹിറ്റ് ആവാനോ. ഇപ്പൊ വാഴ ഇറങ്ങിയപ്പോ ആടിന്റെ ആ ഒരു സാധനം പെട്ടെന്ന് അവരുടെ ഷോ ഒക്കെ ഫുള്ള് കട്ടായി. അത് ആട് 3 അത്ര ഒരു ഗംഭീര സിനിമയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെയും കൂടെ റീസൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ആൾക്കാര് ഇപ്പൊ ആട് 3 ഒരു പക്ഷെ ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞില്ല, അന്ന് മഞ്ഞുമൽ ബോയ്സ്, ബ്രഹ്മയുഗം, പ്രേമലു, അന്നത്തെ ഇതില്ലേ എനിക്ക് തോന്നുന്നു പ്രേമലു അന്വേഷിപ്പും കണ്ടെത്തുവാണ് വന്നത്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ബ്രഹ്മയുഗം വന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഒരു 2 ആഴ്ച ഇങ്ങനെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് മഞ്ഞുമൽ പറഞ്ഞ. ഈ 3 എണ്ണമാണ് നിന്നത്. അന്വേഷിപ്പും കണ്ടെത്തും പ്രേമലുമാണ് ഒത്തു വന്നത്. പ്രേമലുവിന്റെ ഇതിലാണ് മറ്റേതൊന്ന് ഡൗൺ ആയി പോയത് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, പക്ഷെ ആ ഒരു അന്വേഷിപ്പും കണ്ടെത്തുകയാണെങ്കിൽ നല്ലൊരു സിനിമയാണെങ്കിൽ കൂടി അതിനെന്തൊക്കെയോ പാളിച്ചുണ്ടായിരുന്നു. അതെ, ഈ പ്രേമലു പോലത്തെ ഒരു ഫ്രഷ്നെസ്സോ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും അതിന് ഇല്ലായിരുന്നു. അപ്പൊ അതൊക്കെ കുറെ റീസൺസും കാരണമായിരിക്കാൻ തോന്നുന്നു. അപ്പൊ ആൾക്കാരെന്തായാലും ഒരു ഫെസ്റ്റീവ് സീസണോ ഇപ്പൊ കഴിഞ്ഞ എന്തായാലും ഫെസ്റ്റീവ് സീസണാണ്. അപ്പൊ അതിനൊക്കെ എന്തായാലും ആൾക്കാർ ഇപ്പൊ കുറച്ചുകൂടെ ഫാമിലിയായിട്ട് ശ്രമിക്കും, സിനിമകൾ കാണാൻ ശ്രമിക്കും. അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സിനിമയ്ക്കായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ലടാ ഉദ്ദേശിച്ചത്. അതല്ലടാ, ഇപ്പം ഒരു 200 കോടി കളക്ട് ചെയ്ത് വാഴ 2, അതിന്റെ കൂടെ അതേപോലെ ഒരു നല്ല പടം വന്നാലും ഈ 200 കോടി 150 കോടി അത് കിട്ടാൻ സാധ്യതയില്ല. സാധ്യതയില്ല. വാഴ അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ ദൃശ്യം 3ക്ക് അവരൊരു
കാണുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് വലുതായിരിക്കും. അപ്പൊ ആ ഒരു ഇതുണ്ടെങ്കിൽ അവർ ഇതിന്റെ കൂടെ ഇറക്കൂല. അത് അല്ല, അത് കറക്റ്റ് ആക്കി അവര് മാറ്റി, പോസ്റ്റ്പോൺ ചെയ്തു. പിന്നെ പാട്രിയോട്ട് മാറ്റി 1-ാം തീയതി ആക്കി. 23-ാം തീയതി ഉണ്ടായിരുന്നല്ലോ. അതെനിക്ക് തോന്നുന്നു ഈ വാറിന്റെ ഒക്കെ ഇഷ്യൂ ആയിരിക്കാം. ചിലവായിരിക്കാം. പക്ഷെ വാഴ 2-ന്റെ കൂടെയാണ് ഇറക്കിയിരുന്നെങ്കിൽ നല്ല ബാധിച്ചേനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം വാഴ 2 ഏകദേശം റൺ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ലാപ്പിലാണ്. 250 കോടി അടുപ്പിച്ചാവാറായി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മറ്റേ വെള്ളം മുരളി പുള്ളിയുടെ ഒരു പ്രൊഡ്യൂസർമാരെ പെടുത്തുന്നോ മലയാള സിനിമ. അതെ, കുറച്ച് പറ്റിപ്പോ ഉണ്ടെന്ന് തോന്നണം. അല്ലെങ്കിൽ ഒരു കൂടുതലൊക്കെ കാണും. അതെ, മൊത്തത്തിൽ ഒരു ലോകം എന്ന് പറയുന്നതേ ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതെ അതെ, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവിടെ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ 22 കോടി 84 ദിവസം ഇത്തിരി ഓവറായിരുന്നു. അത്രയും അങ്ങനെ ആ സിനിമ അങ്ങനെ ആരും അത്രയും ദിവസം ചെയ്തതിൽ അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഈ സുമതി വളവിന്റെ അവര് തന്നെ ഈ ഒരു ഫേക്ക് എന്ന് എനിക്ക് അറിഞ്ഞൂടാ, 25 കോടി കിട്ടി എന്നുള്ള ഒരു പോസ്റ്റർ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ ഒരു ഇതിൽ നിന്ന് പറയൂലല്ലോ. പുള്ളി പറയുന്നത് സിനിമ നഷ്ടമായിരുന്നു. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ നഷ്ടവും ലാഭവും വരും. അവർക്ക് പറയാമല്ലോ, ഇത് നിങ്ങൾ ആ റിസ്ക് അറിഞ്ഞിട്ടേ വരാവൂ എന്നൊക്കെ പറയാം. പക്ഷെ ഒരു പ്രൊഡ്യൂസറാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അല്ല, പക്ഷെ ഞാൻ പറയണേ, ഇപ്പൊ 25 കോടിയുടെ സാധനം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരിങ്ങനത്തെ പോസ്റ്ററുകളൊക്കെ ഇറക്കുന്നുണ്ടല്ലോ. ഇപ്പൊ മാമാങ്കത്തിന് തന്നെ പണ്ട് 100 കോടി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സിനിമയ്ക്ക് കിട്ടൂല എന്നുള്ളത് കാണുമ്പോഴേ നമുക്കറിയാം. പക്ഷെ അങ്ങനത്തെ കുറെ സാധനങ്ങള് ഇങ്ങനെ അടിച്ചിറക്കാറുണ്ട്. അത് മാർക്കറ്റിംഗ് കൂടുതൽ ആൾക്കാരെ കയറ്റാനുള്ള കൂടുതൽ ആൾക്കാരെ കയറ്റാനാണോ ഇനി അടുത്ത പടത്തിന് പ്രൊഡ്യൂസറിനെ പിടിക്കാനാണോ? ഒന്ന് ആൾക്കാരെ പിടിക്കാനായിരിക്കും. ഇത്രയും പൈസ കളക്ട് ചെയ്യുന്നൊക്കെ അറിയുമ്പോ ആൾക്കാർ ഇതിൽ കയറൂലേ. ഇതിപ്പം പിന്നെ എന്തിനാ കാരണം? അതല്ല, ഈ കോടി ഇപ്പം ഭയങ്കര ഒരു ഇതാണ്. 200 കോടി 100 കോടി 50 കോടി എന്ന് പറയുമ്പോഴേ അവരുടെ ആ ഒരു ഇപ്പൊ ആ റൈറ്ററിനും ആ ഡയറക്ടറിനും ബൂസ്റ്റ് കൂടെയല്ലേ ചെയ്യും. ബൂസ്റ്റ് കൂടും. ഇപ്പോഴ് സുമതി വളവ് ഹിറ്റാണെന്ന് ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള അവർക്ക് പിച്ച് ചെയ്യാനും അവർക്ക് ഇത് ചെയ്യാനും ഒക്കെ ഇതാണ്. ഇപ്പൊ വാഴ ഹിറ്റായപ്പോ അതിന്റെ ഡയറക്ടറായിട്ടാണ് ഇപ്പൊ ഗോകുലം ഗോപാല അടുത്ത സിനിമ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സംഭവം ഉണ്ട്. അതെ, അപ്പൊ ഇത് ഹിറ്റായി എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ റൈറ്ററിനും ഡയറക്ടറിനും ചാൻസ് ഉണ്ട്. പക്ഷെ പ്രൊഡ്യൂസർ എന്തായാലും അതാ എന്തായാലും ഈ ഫേക്ക് ഹിറ്റ്സിന്റെ പ്രശ്നം അതല്ലേ. ഇപ്പം ഇങ്ങനെ കുറച്ച് കോടികൾ ഇങ്ങനെ 25 കോടിയായി 50 കോടിയായി എന്ന് പറയുന്ന സാധനം പണ്ടാണെങ്കിൽ ഡേയ്സ് മതിയായിരുന്നു. ഇപ്പൊ ഈ കോടിയാണ് അവർ പുഷ് ചെയ്തിട്ടാണ് ആൾക്കാരെ കയറ്റണത്. ഫസ്റ്റ് ഡേ ഇത്ര കോടിയായി, അങ്ങനെയാണ് മാർക്കറ്റിംഗ് പോസ്റ്റർ തന്നെ വിടണം. പിന്നെ OTT-ക്കും ഇരിക്കാനും ഈ ഒരു സാധനം യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അവര് ഇപ്പം കാശ് മുടക്കുന്ന ആൾക്കാർ ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രമേ നോക്കത്തുള്ളൂ, അല്ലാണ്ട് കലാമൂല്യത്തിന്റെ കാര്യത്തിലൊന്നും നോക്കൂല. അപ്പൊ നമ്മൾ വീണ്ടും പറഞ്ഞു വന്നത് സിനിമയുടെ ഒരു സാധ്യതയെ കുറിച്ചും കൂടെയാണ് പറയുന്നത്. പുള്ളിയുടെ സത്യം പറഞ്ഞാൽ പുള്ളിക്ക് ഇനി ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. പുള്ളി ആ റിസ്ക് മനസ്സിലാക്കി ആ ഇൻഡസ്ട്രിയിൽ നിൽക്കണമായിരുന്നു. അതെ, അതില് നിക്കണോ, ഐ മീൻ ആ ഒരു റിസ്ക് കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണമായിരുന്നു. പിന്നീട് ഇങ്ങനത്തെ രീതിയിൽ ചതിക്കപ്പെടാനും സാധ്യത കുറെ ആൾക്കാർക്കുണ്ട്. അത് ലാഭമാണെങ്കിൽ ആ ലാഭം കിട്ടണ അത്രയും പ്രൊഡ്യൂസറിനല്ലേ. അതെ, അതിന്റെ ഒരു അത് റിസ്ക് റിവാർഡിന്റെ ഒരു ഇതല്ലേ. അപ്പോഴത് അക്സെപ്റ്റ് ചെയ്തിട്ടൊക്കെ നിക്കണം. ഏറ്റവും ബെസ്റ്റ് സേഫ് എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കുകയാണ് ഏറ്റവും നല്ലത്. സേഫ് ആയിട്ടുള്ള ഒരു സാധനവും കുറച്ച് ഇത് കിട്ടണ നല്ല ഒരു ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ പൈസയും നല്ല പൈസയും കിട്ടും. ഇതുണ്ട്. അതെ, പേര് നമ്മുടെ പേരിലും കൂടെ ആയിരിക്കുമല്ലോ. ഇപ്പം മെയിൻ ലീഡ് ആണെങ്കിൽ അയാളുടെ പേരിലായിരിക്കും മിക്കപ്പോഴും സിനിമയും ഓടുന്നത്. അല്ല, പേര് മിക്കവരും സംസാരിക്കാനും പോകുന്നത്. അപ്പൊ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. അപ്പോൾ അത് നല്ലതായിട്ട് റിസർച്ച് ചെയ്തിട്ട് പുള്ളി ചെയ്യണമായിരുന്നു. അല്ലാതെ ആ ഒരു ഓറയിൽ അങ്ങ് വീണു പോയി ചെയ്യണ്ടായിരുന്നു. അതെ, അല്ലെങ്കിൽ പൈസ ഒത്തിരി ആ ഒരു പൊട്ടിക്കഴിഞ്ഞാലും നമുക്ക് നിൽക്കാനുള്ള രീതിയിൽ അതെന്തോ പുള്ളിക്ക് വേറെയും എന്തോ പുള്ളിയുടെ ടൈൽസിന്റെ ബിസിനസ്സിൽ എന്തോ പ്രശ്നമൊക്കെ പറ്റിയെന്ന് പറഞ്ഞിട്ട് അതും കൂടെ ഉണ്ട്. അതും ആദ്യം പറയുന്നുണ്ട്, പിന്നീടാണ് സിനിമയുടെ ഇതിനെ പറ്റിയും പറയുന്നത്. പക്ഷെ ലാസ്റ്റ് പറയും പുള്ളി മറ്റേ ഞാൻ എന്താ ആരും വെള്ളം അടിക്കരുത് എന്നൊക്കെ പറയും, ആരും കുടിക്കരുത്, ഞാൻ എന്റെ ആ ഇത് കാരണം കുറെ ആൾക്കാർ കുടി നിർത്തിയതാണ്, പക്ഷെ ഈ അവസ്ഥ കണ്ടിട്ട് ആരും കുടിക്കരുത് എന്നൊക്കെ പറയും. ലാസ്റ്റ് നല്ലത് പറയുന്നുണ്ട്.
അത് കണ്ടപ്പോ പാവം തോന്നുന്നു. അത് എനിക്ക് കണ്ട പാവം തോന്നി ആ വീഡിയോ. അല്ല പുള്ളിയുടെ വിഷമം അത് പറയുന്നുണ്ട്, അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. സാധാരണ ഇത്തിരി ഈഗോ ഭയങ്കര ഇതുള്ള ആൾക്കാരൊന്നും ഇതങ്ങനെ പറയില്ല, നാണക്കേട് വിചാരിച്ചേ പുറത്ത് പറയൂല. പുള്ളി ആത്മഹത്യയൊക്കെ ചെയ്ത് കളയും, പക്ഷെ പുള്ളി അത് പുറത്ത് പറഞ്ഞ് ഹെൽപ്പ് തേടി. പിന്നെ അതിന്റെ കൂടെ മറ്റേ ഇത് കഴിഞ്ഞതിന് ശേഷം ആൾക്കാരെന്തോ ഇന്റർവ്യൂ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ സിനിമ ഉണ്ടല്ലോ, അയ്യോ മാളികപ്പുറം, ഉണ്ണി മുകുന്ദനാണ് ഡയറക്ട് ചെയ്തത്. അങ്ങനെ പുള്ളി അത് വെള്ളം മുരളി തന്നെ പറഞ്ഞത്. അതന്നെ പുള്ളി തന്നെ പറഞ്ഞത്. മാളികപ്പുറം ഇത് ഡയറക്ടറിനെ അറിഞ്ഞുകൂടാ, ഉണ്ണി മുകുന്ദനാണ് ചെയ്തത്. ഉണ്ണി മുകുന്ദനും ഇതിന്റെ ഇടയിൽ വന്നു എന്ന് പറയുന്നു. അത് അവര് ഈ റൈറ്ററും ഡയറക്ടറും പറഞ്ഞായിരുന്നു പുള്ളിയും ഇതിൽ പങ്കുണ്ടാ സംശയം ഉണ്ടെന്ന്. പുള്ളിയെ മറ്റേ ഗോസ്റ്റ് ഡയറക്ടർ ഇല്ലേ, പുള്ളിയാണ് എല്ലാം ചെയ്യുന്നത്, പക്ഷെ ഒരു പേരിനൊരു ഡയറക്ടർ. അങ്ങനെയാണ് അത് മൊത്തം. ഇതാണ് പുള്ളിക്ക് സംവിധാനം ചെയ്യാൻ അറിയില്ല, ഉണ്ണി മുകുന്ദനാണ് എല്ലാം ചെയ്തത്. പണ്ടൊക്കെ കമലഹാസൻ സിനിമകളിലൊക്കെ മിക്കപ്പോഴും കമലഹാസൻ പണ്ടത്തെ സിനിമ ഗുണ പിന്നെ മറ്റേ പുള്ളി എഴുതണ സിനിമകൾ മിക്കതും പുള്ളിയാണ് ഡയറക്ട് ചെയ്യണമെന്നാണ്, ഗോസ്റ്റ് ഡയറക്ടർ എന്നാണ് പറയുന്നത്. മാധവനൊക്കെ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടല്ലോ പുള്ളി, അൻപേശിവം, അത് പുള്ളി ചെയ്താ പോരെ, ഗോസ്റ്റ് ഡയറക്ടർ ഒക്കെ വയ്ക്കുന്നത്. കേട്ടിട്ടുണ്ട് കൊറേ ഉണ്ട് ഇത്. ഇപ്പം മാളികപ്പുറം പൃഥ്വിരാജിന്റെ പല പടങ്ങളിലും കേട്ടിട്ടുണ്ട്, പൃഥ്വിരാജാണ് അത് ചെയ്തത്, കേട്ടിട്ടുണ്ട് കുറെ. എങ്ങനെ ചിലപ്പോ അവര് സംവിധായകരായിരിക്കും നല്ല കഷ്ടപ്പെട്ട് ചെയ്തത്, ക്രെഡിറ്റ് അത്രയും ഇങ്ങനെ പോകും. ഉണ്ണി മുകുന്ദനാണ് മറ്റത്, അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊളി തന്നെ കേട്ടോ. ഒരു 100 കോടിയൊക്കെ കളക്ട് ചെയ്ത സാധനമില്ലേ. നല്ല ഡയറക്ഷൻ. പുള്ളി എന്ന ഡയറക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങണമെന്നേ ഞാൻ പറയും. സൂപ്പർ സാധനമായിരുന്നു. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഈ ചൂട് കാലത്ത് ഇവിടുത്തെ ഹോട്ട് ടോപ്പിക്സ്. നമുക്കിത് നമുക്ക് ഇതിന്റെ കാര്യ വിവരങ്ങൾ അധികം, ഈ സിനിമാ ലോകത്തിന്റെ വിവരങ്ങൾ അധികം അങ്ങനെ അറിയില്ല, ഇങ്ങനത്തെ ഈ പ്രൊഡ്യൂസറിന്റെ കാര്യം. അതെന്ന് വെച്ചാൽ നമുക്ക് അധികം അറിയത്തുമില്ല, ഈ അറിയാന്നുള്ളവർ അങ്ങനെ അധികം പുറത്ത് പറയത്തുമില്ല. അതാ നമ്മളിപ്പോ സിനിമയ്ക്കകത്തായാലും നമ്മൾ എന്തായാലും പറയാൻ പോകും. അതെ അതെ, അവരങ്ങ് അമക്കും. അതെ, കൊറേ സാധനങ്ങളുണ്ട് ഇങ്ങനെ, എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അങ്ങനെ ആരും അറിയത്തുമില്ല. നമ്മളിവിടെ ഗസ്റ്റ് ആയിട്ട് വന്നവരും അങ്ങനെ അധികം അങ്ങോട്ട് വിട്ടങ്ങ് പറയില്ല. എന്നാലും പ്രശ്നം ഇല്ലേന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. അതെ, പ്രശ്നമുണ്ട്. ഇനി നമുക്ക് പ്രശ്നമാവും. നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ സ്പൈ ആയിട്ട് വിടും, എന്നിട്ട് ഇതൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ വിടുമെന്ന് പറയൂലേ. അപ്പൊ കൂട്ടത്തിലുള്ള ഒരുത്തിനും കിട്ടൂല, ആരും പറയൂല. ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആരും പറയൂല. ഒരു വാഴാത്രിയൊക്കെ ആരും പറയില്ല, ചുമ്മാ പറഞ്ഞതാ. ഫണ്ണായിട്ട് അത് സംഭവം ഇങ്ങനെ നമ്മൾ പറയുമ്പം ഇപ്പം വിചാരിക്കൂലേ, ടോവിനോ ഒക്കെ പണ്ട് പോസ്റ്റ് ഇട്ടിരിക്കണം. പണ്ടത്തെ പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ ഭയങ്കര ഇച്ചിരി കടുത്ത പോസ്റ്റുകളൊക്കെ ആയിരുന്നു. പുള്ളിയുടെ പോസ്റ്റ്, മറ്റേ ഐശ്വര്യലക്ഷ്മി അവരുടെയൊക്കെ പോസ്റ്റുകളൊക്കെ പൊങ്ങി വരുമ്പോ ഒരാശ്വാസം. നമ്മൾ ആലോചിക്കാം, എല്ലാരും നമ്മളെ പോലെയൊക്കെ തന്നെ, വലിയ വ്യത്യാസമൊന്നും ഇല്ല, അത്രയൊക്കെ തന്നെ സാധാരണ മനുഷ്യർ. അപ്പൊ അതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിഷയങ്ങൾ. അപ്പോ നമ്മൾ ഇന്ന് ഒരുപാട് പല ടോപ്പിക്കുകൾ കയറിപ്പോയി. ഇതൊരു ഒരു നാട്ടുവർത്തമാനം എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. അപ്പൊ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കി പരിപാടികളൊക്കെ ചെയ്യുക. അതത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരും വരെ ബൈ.